നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ 12 തെളിവുകൾ പ്രാരംഭ സെക്ഷനിൽ നാം ചിന്തിക്കുകയുണ്ടായി. हमारे परमेश्वर के दूसरे आगमन के बारे में पुराने नियम में जो लिखे गए 12 चिन्हों को हमने देखा. ഇന്നലെ വൈകിട്ട് നമ്മൾ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പുതിയ നിയമ ചിന്തകളും എങ്ങനെയാണ് കർത്താവ് മടങ്ങി വരുന്നത് എന്നുള്ളതും എന്തിനാണ് ക്രിസ്തു മടങ്ങി വരുന്നത് എന്നും നാം ചിന്തിക്കുകയുണ്ടായി. और कल रात को हमने देखा कि नए नियम में परमेश्वर के आगमन के कौन से चिन्ह हैं, वो कैसे वापस आएंगे और किस कारण के लिए वापस आएंगे. ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് ശേഷം ഭൂമിയിൽ നടമാടുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. ആ തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സ്വർഗത്തിലും നടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലെ കുറച്ച് കാര്യങ്ങൾ ചുരുക്കമായി ഇന്ന് സമയബന്ധിതമായി പറയാനാണ് ആഗ്രഹിക്കുന്നത്. परमेश्वर के आगमन पर भूमि पर होने वाली बहुत सारी बातें हैं, वहाँ पर मैं नहीं जा रहा. और परमेश्वर के आगमन के समय स्वर्ग में कुछ बातें घटेगी और उन बातों के बारे में अगर समय है तो थोड़ा आज बोलूँगा. ക്രിസ്തുവിൽ മരിച്ചവർ പുനരുത്ഥാനം ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. परमेश्वर में जो मरे हैं उनका पुनरुत्थान होगा, ये हमारी भाग्य भरी आशा है. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതിന് തത്തുല്യമായ വേദവാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. पुराने नियम और नए नियम में इसके बारे में वचन हम देख सकते हैं. ദാനിയേൽ 12 അധ്യായം 12-13 വാക്യങ്ങളിൽ ദൈവം ദാനിയേലിനോട് പറയാണ്, നീയോ ദാനിയേലേ പോയി വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരുമെന്ന്. दानियल की पुस्तक 12 के 12 और 13 वचन में परमेश्वर दानियल से कहता है कि अब दानियल तू जा और विश्राम कर और उन दिनों के अंत में तू अपने निज भाग पर खड़ा होगा. പുതിയ നിയമത്തിൽ യോഹന്നാൻ സുവിശേഷം 5:25-28 വാക്യങ്ങളിലാണ് കർത്താവ് പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞ പ്രസക്തമായ ഭാഗം. കല്ലറകളിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. और नए नियम में योना के 5 के 25 और 26 में परमेश्वर अंत के दिनों में मृतक कैसे जीवन पाएंगे उसकी आवाज को सुनकर और वो कैसे जी उठेंगे इसके बारे में कहता है. മരിച്ചതിന് ശേഷമുള്ള മനുഷ്യന്റെ ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. मरने के बाद मनुष्य की आत्मा की क्या दशा होती है, इसके बारे में कुछ बातों को कहना चाहता हूँ. അതേക്കുറിച്ചുള്ള സവിസ്തരമായ ഏതാണ്ട് നിരവധി അധ്യായങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഇതിലെ 1-2 അധ്യായങ്ങളിൽ നിന്നുള്ള ചിന്തകളാണ് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. इसके बारे में सविस्तार बातें इस पुस्तक में मैंने लिखी है, उसमें से 1-2 अध्याय आज बताऊंगा. മരിച്ചുപോയവർ എവിടെയാണ്? मरे हुए लोग अब कहाँ हैं? ഇയ്യോബിന്റെ പുസ്തകം 14 അധ്യായത്തിന്റെ 10-14 വാക്യങ്ങൾ. अय्यूब के पुस्तक के 14 के 10 और 14 वचन को हम पढ़ेंगे. Praise the Lord. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ പിന്നെ എവിടെ? मनुष्य मर जाता और पड़ा रहता है, उसका प्राण छूट गया तो वो कहाँ है? എവിടെയാണ്? कहाँ है? അതിന് മതങ്ങൾക്കൊന്നും തൃപ്തികരമായ ഉത്തരം പറയാൻ പറ്റില്ല. कोई भी धर्म इसके बारे में अच्छा उत्तर नहीं दे पाता. എന്നാൽ യേശുക്രിസ്തുവാണ് അതേക്കുറിച്ചുള്ള വ്യക്തമായ മറുപടി നൽകിയത്. लेकिन यीशु मसीह ने इसका बहुत ही स्पष्ट उत्तर दिया है. വിട്ടുപിരിഞ്ഞാൽ പിന്നെ എവിടെയാണ്? हम जब बिछड़ जाते हैं तब कहाँ होते हैं? ക്രൂശിൽ വെച്ച് അനുദപിച്ചവനോട് കർത്താവ് പറയുകയാണ്, क्रूस पर जिसने मन फिराया उसको यीशु मसीह कहता है, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. आज तू मेरे साथ स्वर्ग में होगा. പൗലോസ് പങ്കുവയ്ക്കുന്നു, पौलुस कहता है, വിട്ടുപിരിഞ്ഞ് പിന്നെ ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. बिछड़ने के बाद मैं मसीह के साथ रहना चाहता हूँ, वो ही उत्तम है. 14 വാക്യത്തിൽ 14 वचन में हम पढ़ते हैं, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന ചോദ്യമാണ്. यदि मनुष्य मर जाए तो क्या वो फिर जीवित होगा? 2 ചോദ്യങ്ങളാണ് യോബോട് ഉന്നയിക്കുന്നത്. यहाँ 2 सवाल है. ഒന്ന്, പ്രാണനെ വിട്ടാൽ പിന്നെ മനുഷ്യന്റെ ആത്മാവ് എവിടെയാണ്? प्राण छोड़ने के बाद मनुष्य कहाँ जाता है? രണ്ടാമത്തെ ചോദ്യമാണ് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ളത്. दूसरा प्रश्न ये है कि मनुष्य मर जाए तो क्या वो फिर जीवित होगा? ആ പ്രാചീനമായ ചോദ്യത്തിന് ഉത്തരം നൽകിയത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. और इस प्राचीन सवाल का जवाब यीशु मसीह ने ही दिया कि मुझ में जो मृत्यु पाता है वो हमेशा के लिए जिएगा. ചോദ്യം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? सवाल ये है कि मनुष्य अगर मरे तो क्या वो फिर जीवित हो ഉത്തരം, सकता है? ക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. जवाब ये है कि मुझ में जो मरता है वो मरने के बाद भी जिएगा. നമ്മൾ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? हम जब मरते हैं तब क्या होता है? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഒരു പുത്തൻ ചിന്തകളായിരുന്നേക്കാം നിങ്ങൾക്ക്. अब मैं जो बोलने जा रहा हूँ शायद ये बातें आपको नहीं लगे. ഇത് എന്റേതായ കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല. ये मैंने नहीं खोज निकाला है. മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇന്ന് ലഭ്യമാണ്. मृत्यु के बाद के जीवन के बारे में मलयालम और इंग्लिश में बहुत सारे किताबें आजकल मिलती ജോൺ हैं. റെയ്മണ്ട് എന്ന ഒരു മനുഷ്യൻ എഴുതിയ ബിയോണ്ട് ദ ഡെത്ത് ഡോർ, മരണവാതിലുകൾക്കപ്പുറം എന്നൊരു പുസ്തകം പ്രസിദ്ധമാണ്.
जॉन रेमन नामक एक व्यक्ति ने बियॉन्ड द डेथ्स डोर या मृत्यु के दरवाजे के उस पार ऐसा एक पुस्तक है. അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റ് ആയിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. वो एक कार्डियोलॉजिस्ट थे और नास्तिक थे. അദ്ദേഹം ഈ മനുഷ്യനെ ഹൃദയാഘാതം മൂലം മരിക്കുന്ന അതിനുശേഷം അവർക്ക് കൃത്രിമമായി ശ്വാസം കൊടുത്തും മരുന്ന് കൊടുത്തും ഒക്കെ അവർ ജീവിപ്പിക്കുന്നു. അങ്ങനെ അവർ ജീവനിലേക്ക് വരുമ്പോൾ കുറേ നേരത്തേക്ക് അവർക്ക് ഈ ലോകവുമായി ബന്ധമൊന്നും ഉണ്ടായിരിക്കില്ല, സുബോധം ഉണ്ടാവില്ല. और उन्होंने उन लोगों के बारे में लिखा जिनको हार्ट अटैक आता है, फिर उनको मानुषिक रूप से श्वास और दवाई देकर उनको वापस लाया जाता है. तो उस कुछ समय के लिए इस संसार से उनका कोई नाता नहीं होता. നമുക്കറിയാം ഓപ്പറേഷനൊക്കെ വേണ്ടി ആളുകളെ മയക്കി കഴിയും, എന്നാൽ പിന്നെ അവർ ജീവനിലേക്ക് വരുമ്പോൾ കുറേ നേരം അവർ അതും ഇതും ഒക്കെ പുലമ്പാറുണ്ട്. और हम जानते हैं कि ऑपरेशन जब लोगों का करते हैं तो उनको बेहोश किया जाता है. वापस होश में आते वक्त वो कुछ ऐसा वैसा बोलते हैं. ഇങ്ങനെ ജീവനിലേക്ക് വീണ്ടും വരപ്പെട്ട ഏതാണ്ട് 84 പേരുടെ ആ മൊഴികൾ അദ്ദേഹം റെക്കോർഡ് ചെയ്തു. और ऐसे जीवन में वापस आने वाले कुछ 84 लोगों के बातों को उन्होंने उसमें लिखा है. അതിനുശേഷം താൻ അത് ശാന്തമായി കേൾക്കുകയും അതേക്കുറിച്ച് ഒരു അപഗ്രഥനം നടത്തുകയും ചെയ്തു. और इन सब की बातों को उन्होंने शांति से सुना और उसके बारे में उन्होंने पढ़ाई की. ക്രിസ്തുവില്ലാതെ മരിച്ച അഭക്തരായ മനുഷ്യർ വളരെ വേദനയുടെ ഭീതിയുടെ വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. और जो लोग मसीह के बिना मृत्यु पाए, जो अभक्त थे, उन्होंने बहुत ही डर और भय की बातें कही. എന്നാൽ ഭക്തന്മാർ എത്ര പ്രത്യാശയുടെ വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. लेकिन जो भक्त जन थे वो आशा की बातें कर रहे थे. ഹാ എത്ര സുന്ദരമായിരുന്നു എന്നൊക്കെയാണ് അവരൊക്കെ वो പറഞ്ഞിട്ടുള്ളത്. ऐसा कह रहे थे कि देखो कितना सुंदर है. ഇതിന് സമാനമായ അനുഭവം മരിക്കാൻ നേരത്ത് ആ നിത്യത കണ്ടുകൊണ്ട് മരിച്ച ഒരുപാട് ഭക്തന്മാരുടെ ചരിത്രം കേരളത്തിൽ നിന്നോട് പറയാനുണ്ട്. और ऐसे केरल में भी बहुत सारे इतिहास भक्तों के हमने सुने हैं जिन्होंने ऐसा सुंदर देश मृत्यु के समय देखा था. മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? मरते समय क्या होता है? ഞാനാണ് നിങ്ങളാണ് മരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ऐसा सोचिए कि मैं या आप मृत्यु पा रहे ഞാൻ हैं. പെട്ടെന്ന് ഇവിടെ അങ്ങ് വീണു മരിച്ചെന്നിരിക്കട്ടെ. हो सकता है कि मैं अभी गिरकर यहाँ मृत्यु ചില पा लूं. സെക്കൻഡുകൾ നേരത്തേക്ക് എന്റെ ആത്മാവ് ഇവിടെ ഉണ്ടായിരിക്കും. तो कुछ क्षणों के लिए मेरी आत्मा यहीं पे होगी. കൂടാരം വിട്ട് ആത്മാവ് പുറത്തേക്ക് വരികയാണ്. इस डेरे को छोड़कर आत्मा बाहर आता है. അതിനുശേഷം ഈ ആത്മാവ് ചില സെക്കൻഡുകൾ നേരമേ ഉള്ളൂ, മിനിറ്റില്ല, ചില സെക്കൻഡുകൾ നേരമേ ഇവിടെ ഉള്ളൂ. और उसके बाद थोड़े समय के लिए यानी मिनटों के लिए नहीं, लेकिन केवल कुछ क्षणों के लिए मेरी आत्मा यहाँ रहेगी. ആളുകൾ ഓടിക്കൂടുന്നതോ ആംബുലൻസിലേക്ക് എന്റെ ബോഡി കയറ്റുന്നതോ ഒക്കെ എനിക്ക് ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞേക്കാം. और लोग कैसे दौड़कर मेरे पास आ रहे हैं, मेरे शरीर को एम्बुलेंस में चढ़ा रहे हैं, ये सब मुझे दिखेगा. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. मैं कुछ बोल नहीं पाऊंगा, कर नहीं पाऊंगा. ചില സെക്കൻഡുകൾക്കുള്ളിൽ कुछ क्षणों में ही എന്റെ ആത്മാവ്, मेरी आत्मा, അത് ദുഷ്ടന്റെ ആവട്ടെ നീതിമാന്റെ ആവട്ടെ, മനുഷ്യന്റെ ആത്മാവ്, और चाहे वो दुष्ट आत्मा हो या धर्मी की आत्मा हो, अगर मनुष्य की आत्मा ഒരു है, ടണലിലൂടെ എന്ന പോലെ അതിവേഗം ഇങ്ങനെ പാഞ്ഞു പോകും. एक गुफे में जा रहा हो उस समान बहुत वेग से जाता है. അതിനെക്കുറിച്ച് യോശുവായും ദാവീദും പറഞ്ഞിരിക്കുന്ന വാചകം, इसके बारे में यहोशू और दाऊद ने कहा है, ഇന്ന് ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. देखो अब मैं सारे भूवासियों के मार्ग से जाता हूँ. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും. और 23 भजन में हम पढ़ते हैं कि मृत्यु की तराई से अगर मैं जाऊं तो भी. കൊടുങ്കാറ്റിൽ ഒരു ചെറിയ കരിയില പറന്നു പോകുന്നത് പോലെ അത്രമാത്രം അതിവേഗത്തിലാണ് ഈ ആത്മാക്കൾ പറന്നു പോകുന്നത്. तूफान में जैसे सूखा पत्ता उड़कर जाता है, उस समान वेग से ये आत्मा जाती है. സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യും. भजन में हम पढ़ते हैं कि मनुष्य की आयु 70, ज्यादा हो तो 80 है. उसके समाप्त होने के बाद हम वेग से उड़ जाएंगे. അതിവേഗം പറന്നു പോകുന്ന ഈ ആത്മാക്കൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ രണ്ടായിട്ട് തിരിയുകയാണ്. और बहुत वेग से भागकर जाने वाली ये जो आत्मा है, एक जगह पर पहुंचकर उसका 2 में विभाजन हो जाता है. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകലരും പാതാളത്തിലേക്ക് തിരിയും. और जो दुष्ट है, जो परमेश्वर को भूल जाते हैं, वो सब नरक में जाएंगे, अधोलोक में जाएंगे. നീതിമാന്റെ ജീവിതയാത്ര മേൽപോട്ടാകുന്നു, താഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. और धर्मी जो होते हैं वो नीचे की तरफ नहीं, वो ऊपर की ओर सफर करते हैं. ഇങ്ങനെ ആത്മാക്കൾ രണ്ടായിട്ട് തിരിയുകയാണ്. ऐसे 2 भाग में विभाजन उसका होता है. ഇത് ഞാൻ പറഞ്ഞു, ശാസ്ത്രീയമായുള്ള ചില ചിന്തകൾ വായിച്ചത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. अब ये जो बातें मैंने कही, मैंने पढ़ी हुई कुछ वैज्ञानिक बातें हैं. മരിച്ചു പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇപ്പൊ പറയാൻ പറ്റത്തില്ല. मैं मरा नहीं हूँ, इसलिए अनुभव से तो मैं नहीं बता सकता. പക്ഷെ പൊതുവെ പറയപ്പെടുന്ന ചെറിയ ചിന്തകൾ ഇങ്ങനെയൊക്കെയാണ്. लेकिन सामान्य रूप से इसके बारे में कुछ विचार ऐसे है. ഇനി മരിച്ചുപോയ ആത്മാക്കൾ എവിടെയാണ്? अब ये मरे हुए आत्मा कहाँ है? മരിച്ചുപോയ ഒരു മനുഷ്യൻ
മനുഷ്യന്റെയും ആത്മാവ് ഭൂമിയിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നില്ല. കോഴിച്ചോര കുടിക്കാനും പായസം കുടിക്കാനും വരുന്നില്ല. और मरे हुए कोई भी व्यक्ति की आत्मा जो है पृथ्वी पर भटकता नहीं है, चाहे वो चावल खाने के लिए हो या खीर खाने के लिए हो। അവർക്കൊക്കെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് പോയി അവർ വിശ്രമിക്കുകയാണ്. जो जगह परमेश्वर ने उनके लिए बनाया है वहां जाकर वो विश्राम करते हैं। ഭക്തന്മാരുടെ മരണാനന്തര ആത്മാവിനെ കുറിച്ച് പുതിയ നിയമം പറയുന്ന 4 വാക്യങ്ങളാണ്. और भक्तों की आत्मा, मृत्यु के बाद भक्तों की आत्मा क्या करती है, इसके बारे में नया नियम 4 वचन कहता है। ഒന്ന് വെളിപ്പാട് 6:11 एक प्रकाशित वाक्य 6:11 है। സ്വസ്ഥമായി പാർക്കുന്നു. वो शांति के साथ विश्राम करते हैं। സഹഭൃത്യന്മാർ കൂടെ വന്ന് തേരുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കേണ്ടതാകുന്നു. और उनके साथ जो भक्त को मृत्यु पाना है, उनके आने तक वो स्वस्थता से वो वास करते हैं। 2 നിദ്ര കൊള്ളുന്നു എന്നുള്ളതാണ്. दूसरी बात है कि वो सोते हैं। ലാസറിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ലാസർ നിദ്ര കൊള്ളുന്നു, നാം അവനെ ഉണർത്തുവാൻ പോകുന്നു. और लाजर के बारे में यीशु मसीह ने कहा, लाजर सो रहा है, हम उसे जगाने जा रहे हैं। ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. और मसीह में जो सोए हुए हैं उसके बारे में तुम अज्ञानी न रहना। ഉറങ്ങുമ്പോൾ നാം ഒന്നും കാണുന്നില്ല, നിയന്ത്രിക്കുന്നില്ല. നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തൊരു ലോകത്തിലാണ് നമുക്ക് ഉറങ്ങുന്നത്. जब हम सोते हैं तब हम कुछ देखते नहीं है, किसी बात पर नियंत्रण नहीं करते, संसार हमारे नियंत्रण के बाहर होता है। മൂന്നാമത്തെ പദം ആശ്വസിക്കുന്നു എന്നാണ്. ലാസറിന്റെയും ധനവാന്റെയും സംഭവത്തിൽ യേശു പറഞ്ഞത് അവൻ ഇപ്പോൾ ഇവിടെ ആശ്വസിക്കുന്നു എന്നാണ്. और तीसरी बात यह है कि वो आश्वासन पाते हैं। लाजर के बारे में, लाजर और धनवान के कहानी में यीशु मसीह यही कहता है कि वो आश्वासन या सांत्वन पाता है। 4ാമത്തെ പദം വിശ്രമിക്കുന്നു എന്നാണ്. चौथा पद ऐसा है कि वो विश्राम करते हैं। വെളിപ്പാട് പുസ്തകം 14:13 വാക്യം. और प्रकाशित वाक्य 14:13 में हम ये देखते हैं, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. आज से जो प्रभु में निद्रा पाते हैं वो भाग्यवान है, क्योंकि वो प्रभु में विश्राम करते हैं। സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു ഇട്ടവട്ടത്തിലുള്ള ഓഫീസ് മുറിയല്ല, അത് വിശാലമായ ഒരു സ്ഥലമാണ്. और स्वर्ग ऐसा छोटा सा कमरा नहीं है, वो बहुत ही विशाल जगह है। സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠമാണ്. ഭൂമിയുടെ വിസ്തൃതി നമുക്കൊക്കെ അറിയാം. और स्वर्ग मेरा सिंहासन है, पृथ्वी मेरे पैर की चौकी है, इसके बारे में हम जानते हैं। സ്വർഗത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരിടത്ത് ഈ ആത്മാക്കൾ ചെന്ന് ഇങ്ങനെ സ്വസ്ഥമായി പാർക്കുകയാണ്. और स्वर्ग में जहाँ परमेश्वर का सम्मुख हो, वहां जाकर ये आत्माएं विश्राम कर रही है। എന്നുവരെ അങ്ങനെ വിശ്രമിക്കും? कब तक विश्राम करेंगे? കർത്താവിന്റെ മടങ്ങി വരവരെ. प्रभु के आगमन तक। ക്രിസ്തു മടങ്ങി വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ जब मसीह आएगा और तुरही की आवाज सुनेगी, ക്രിസ്തുവിൽ മരിച്ചവർ ഈ ആത്മാക്കൾ ഭൂമിയിലേക്ക് വന്ന് ശരീരം ധരിച്ചവരായി അവർ പുനരുദ്ധാനം ചെയ്യും. जो भी आत्माएं मसीह में मृत्यु पाए हैं वो पृथ्वी पे आएंगे और नए शरीर को धारण कर कर पुनरुत्थित होंगे। നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് നാം വിശ്വസിക്കുന്നു. धर्मी और अधर्मी दोनों का पुनरुत्थान होगा, ऐसे हम विश्वास करते हैं। പുതിയ നിയമ വിശ്വാസികളുടെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ചിന്തകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. नए नियम के विश्वासियों के पुनरुत्थान के बारे में कुछ बातें कहना चाहता हूँ। 1 കൊരിന്ത്യർ ലേഖനം 15:23 പുനരുദ്ധാനത്തിന്റെ നിരകൾ നാം വായിക്കുന്നുണ്ട്. पहले कोरिन्थी 15:20 में पुनरुत्थान की श्रेणियों के बारे में हम पढ़ते हैं। ആദ്യ ഫലം ക്രിസ്തു. पहलौटा यीशु मसीह है। എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ആദ്യ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്? मसीह को पहला फल ऐसे क्यों कहा गया है? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി മരിച്ചുപോയി 8 പേർ വീണ്ടും വീണ്ടും ജീവിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. पुराने नियम और नए नियम में 8 ऐसे लोग हैं जिन्होंने मृत्यु पाकर फिर से जी उठे। സരഫാത്തിലെ ആ വിധവയുടെ മകനെ ഏലിയ ഉയർപ്പിക്കുകയുണ്ടായി. जरेफात की विधवा के बेटे को एलिया ने जी उठाया। ശൂനേംകാരത്തിയുടെ മകനെ ഏലിശ ഉയർപ്പിക്കുകയുണ്ടായി. शूनेम की स्त्री के बेटे को एलिशा ने मृत्यु से उठाया। ഏലിശയുടെ ശവാസ്തിയെ തൊട്ട ഒരുവൻ ഉയർക്കുകയുണ്ടായി. एलिशा के शव शरीर को जिसने छुआ, ऐसा एक व्यक्ति अपने मृत्यु में से पुनरुत्थित हुआ। യേശു ക്രിസ്തു നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുകയുണ്ടായി. यीशु मसीह ने नईन के विधवा के बेटे को पुनरुत्थित किया। യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുകയുണ്ടായി. याइरोस के बेटे को पुनरुत्थित किया। ലാസറിനെ ഉയർപ്പിക്കുകയുണ്ടായി. लासर को मृत्यु में से जी उठाया। പൗലോസ് യൂത്തിക്കോസിനെ ഉയർപ്പിച്ചു. पौलुस यूतिकोस को मृत्यु में से जी പത്രോസ് उठाया। തബീതയെ ഉയർപ്പിച്ചു. पतरस ने तबीता को मृत्यु से जी उठाया। പക്ഷേ ഈ 8 പേരും പിന്നെയും മരിച്ചു. लेकिन ये 8 के 8 लोग फिर से मर गए। എന്നാൽ യേശു ഒരിക്കലും മരിക്കാത്തവനായി അവൻ ഉയർത്തെഴുന്നേറ്റു. लेकिन यीशु मसीह कभी नहीं मरने वाला, वो जी उठा है। വെളിപ്പാട് 1:18 യേശു പറയുകയാണ്, प्रकाशित वाक्य 1:18 ഞാൻ में यीशु कहता, മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. मैं मरा हुआ था लेकिन अभी हमेशा के लिए जीवित हूँ। ഇനി ഒരിക്കലും അവൻ മരിക്കില്ല. अभी इसके बाद कभी भी वो मृत्यु നയീനിലെ नहीं पाएगा। വിധവയുടെ മകനെ ചൊല്ലി ആളുകൾക്ക് കരയേണ്ടി വന്നിട്ടുണ്ട്. नईन के
विधवा के बेटे के बारे में लोग रो रहे थे। ലാസറിനെ പിന്നെയും കുടിച്ചിടേണ്ടി വന്നിട്ടുണ്ട്. लाजर को फिर से गाड़ देना पड़ा। എന്നാൽ മരണഭാഷകളെ അടിച്ചിട്ട് ദൈവപുത്രനായ ക്രിസ്തു എന്നേക്കുമായി ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. लेकिन मृत्यु के बंधनों को खोलकर पहला फल यीशु अभी भी जीवित है। ലേവ്യ പുസ്തകം 23:11 ക്രിസ്തുവിനെ ആദ്യ ഫലം എന്ന് പറഞ്ഞിരിക്കുന്ന ആ സൂചന. लेवी व्यवस्था 23:11 में यीशु मसीह को पहला फल कहा गया है, इसकी एक सूचना ആദ്യ है। ഫലക്കറ്റയുടെ നീരാജനം എന്നൊരു കാര്യമാണ് അവിടെ പറയുന്നത്. और पहले फल का जो बलि चढ़ाना है, इसके बारे में कहा है। വെള്ളിയാഴ്ച കൊയ്യുന്ന കറ്റ ശനിയാഴ്ച സ്വസ്ഥമായിരിക്കുന്നു. ശബത്തിന്റെ പിറ്റേന്നാൾ പദം നോക്ക്. ശബത്തിന്റെ ദിവസമല്ല, തലേന്നാളല്ല, ശബത്തിന്റെ പിറ്റേന്നാൾ അർത്ഥാൽ ഞായറാഴ്ച ആ കറ്റയെ 4 വശത്തേക്കും വീശിക്കാണിക്കും. അതിനെയാണ് നീരാജനം ചെയ്യുക എന്ന് പറയുന്നത്. और जिस अनाज को काटा गया है उसको तीसरे दिन परमेश्वर के सामने आकर उसको उठाकर, उस अनाज के पूले को उठाकर उसके सामने हिलाते हैं। ആമേൻ. ആദ്യ ഫലക്കറ്റയുടെ നീരാജനം മരിച്ചവരിൽ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. पहले फल को जो परमेश्वर के सामने इस प्रकार अर्पण करते हैं वो यीशु मसीह के पुनरुत्थान को दिखाता है। പുനരുത്ഥാനത്തിന്റെ നിരകൾ, पुनरुत्थान की जो श्रेणियां ആദ്യ हैं, ഫലം ക്രിസ്തു, पहला फल यीशु, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിൽ, और फिर मसीह के जो है वो उसके आगमन में। കർത്താവിന്റെ മടങ്ങി വരവിൽ മരിച്ചുപോയ നമ്മുടെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് വരും. परमेश्वर के आगमन में मृत्यु पाए हुए हमारे संत लोग वो पुनरुत्थित होंगे। ജീവനോടെ ഇരിക്കുന്നവർക്ക് ശരീരത്തിന് തേജസ്കരണവും രൂപാന്തരവും സംഭവിക്കും. और जो जीवित है उसके वो अपने शरीर में तेजस पाकर वो रूपांतरित होंगे। ആ ശരീരത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. उस शरीर की कुछ विशेषताएं हैं। ബൈബിൾ പറയുന്ന ചില ചിന്തകൾ ഞാൻ പറയാം. പുനരുദ്ധാന ശരീരത്തിന്റെ इस പ്രത്യേകതകൾ. पुनरुत्थित शरीर के बारे में वचन क्या कहता है ये मैं बताता അതിന് हूँ। എവിടെയും യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. वो कहीं भी सफर कर सकते हैं। ഇപ്പൊ ഫ്ലാറ്റ് സംസ്കാരമാണ്. अभी फ्लैट में रहते हैं लोग। ആമേൻ. ഇപ്പൊ 15 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ 5ാം നിലയിലാണ് ഒരു വിശ്വാസി ജീവിക്കുന്നതെന്നിരിക്കട്ടെ. अब 15 माले वाले एक बिल्डिंग में 5वें माले पे एक विश्वासी अगर रहता हो, കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ परमेश्वर की तुरही जब ഈ फूकी जाए, വിശുദ്ധൻ ഇവിടുന്ന് പറന്നു പോകാൻ വേണ്ടി ये पवित्र व्यक्ति यहाँ से उड़ जाना है। വാതിൽ തുറക്കേണ്ടതില്ല, കതവ് പൊളിക്കേണ്ടതില്ല, കോൺക്രീറ്റ് പൊട്ടിക്കേണ്ടതില്ല. ആത്മാവിന് പറന്നു പോകാൻ പറ്റും. दरवाजा खोलने की जरूरत नहीं है, दीवार तोड़ने की जरूरत नहीं, वो ऐसे ही उड़ जाएगा। തെളിവ് നമ്മുടെ കർത്താവ് തന്നെയാണ്. और इसका जो प्रूफ है ये हमारा परमेश्वर है। യഹൂദന്മാരെ പേടിച്ച് അടയ്ക്കപ്പെട്ട മുറിക്കകത്ത് ശിഷ്യന്മാർ ഭയക്രാന്തരായിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ വന്ന് ഇന്ന് തന്റെ വിരിക്കപ്പെട്ട കൈകാലുകൾ അവരെ കാണിച്ച്, ഇത് ഞാൻ തന്നെയാകുന്നു, ഭൂതത്തിന് എന്നിൽ കാണുന്നത് പോലെ അസ്ഥിയും മാംസവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് യേശു തന്റെ തിരുശരീരം അവരെ കാണിക്കുകയാണ്. और यहूदियों से डरकर चेले जब दरवाजा बंद कर अंदर बैठे हुए थे तो उनके बीचों बीच यीशु प्रकट होकर उसके हाथ पैर फैलाकर उनको दिखाता है। അപ്പോ നമുക്ക് ഈ പഞ്ചഭൂതങ്ങൾക്ക് അധീനരാകാതെ അതിനതീതരായി എവിടെയും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ശരീരമായിരിക്കും. तो ये पुनरुत्थित शरीर जो है ये पंचभूतों के अधीन नहीं होता, उसके ऊपर वो चला जाता है। മനുഷ്യന് ആത്മാവുണ്ടെന്നുള്ളതൊക്കെ വളരെ ഭംഗിയായി തിരുവെഴുത്തിലൂടെ തെളിയിക്കാൻ കഴിയുന്നതാണ്. मनुष्य की आत्मा है, ये परमेश्वर के वचन से हम साबित कर सकते हैं। അതൊക്കെ ഒരു വേറൊരു മേഖലയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ അതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ പഠിക്കാൻ സാധിച്ചേക്കും. वो अलग विषय है, इसलिए वहां नहीं जा रहा। इस पुस्तक में आप वो शायद पढ़ पाएंगे। ആമേൻ. ഈ ആത്മാക്കളാണ് പുറത്തേക്ക് വരുന്നത്. ये आत्माएं बाहर आती है। തമിഴ് ഭാഷയിൽ ആത്മാവെന്നുള്ളതിന് ആവി എന്നാണ് പറയുന്നത്. तमिल भाषा में आत्मा को आवी ये शब्द उपयोग किया जाता है। അരി തിളയ്ക്കുമ്പോൾ ഈ ആവി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. जब चावल पक रहा होता है तो ऐसे उसका भाप ऊपर जाता है, आपने देखा ഈ होगा। ആവിയാണ് മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് പറയാനും ഈ ആവി എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. तो तमिल में मनुष्य की आत्मा के लिए भी ये भाप जैसा ही एक शब्द उपयोग किया गया है। പക്ഷേ ഈ ആവിക്ക് ഒരു ആസ്തിത്വമുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. लेकिन ये जो आत्मा या आवी है इसका एक व्यक्तित्व है। ഈ ആവിയാണ് പറന്നു പോകുന്നത്. और ये भाप जैसी हमारी आत्मा है वो जो उड़कर जाती है। ആമേൻ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൈവത്തിന്റെ കർത്താവിന്റെ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. वो दरिद्र जब मर गया तो परमेश्वर के स्वर्ग दूत उसको अब्राहम की गोदी में लेकर गए। സ്തെഫാനോസ് മരിക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ച, അവന്റെ ആത്മാവിനെ കർത്താവിന്റെ ആത്മാവിനെ കൈക്കൊള്ളണമെന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. ആത്മാവിനെ കൈക്കൊള്ളാൻ യേശു ആദരപുരസ്സരം എഴുന്നേറ്റ് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് അവൻ കണ്ടത്. स्टेफानोस जब मरने पर था तब उसने ये दर्शन देखा कि उसकी आत्मा को स्वीकार करने के लिए पिता के दाहिने ओर यीशु खड़ा हुआ है। പുനരുദ്ധാന ശരീരത്തിന്റെ പ്രത്യേകത पुनरुत्थित शरीर की विशेषता है എവിടെയും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു वो ശരീരമായിരിക്കും. कहीं भी सफर कर सकता है। രണ്ട്, दूसरी യേശു बात-
യേശുവിന്റെ തേജസ്സുള്ള ശരീരം പോലെ തേജസ്സുള്ള ഒരു ശരീരമായിരിക്കും. यीशु के महिमामय शरीर के जैसा हमारा भी महिमामय शरीर होगा। റോമാലേഖനം 8:29. रोमियो के 8:29 में ये पढ़ते हैं, ആ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ. ഹല്ലേലൂയ. അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ, उसके रूप के जैसा ठहराए, उसके स्वरूप में ठहराए जाने के लिए। 1 യോഹന്നാൻ 3:2 നമുക്ക് കാണാൻ അറിയാവുന്ന വാക്യമാണ്. पहला यूहन्ना 3:2 को हम सब जानते हैं। അവനെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, हम परमेश्वर के बच्चे हैं। നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. हम किस प्रकार के होंगे ये अब तक नहीं पता है, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ നാം കാണുന്നതാകൊണ്ട് लेकिन वो जब प्रत्यक्ष होगा तो वो जैसा है वैसा हम उसको देखेंगे। അന്ന് നാം അവനോട് സാദൃശ്യന്മാരായി തീരും. उस दिन हम उसके ही समान होंगे। ഹല്ലേലൂയ. हालेलुया। ഫിലിപ്പിയ ലേഖനം 3:21. फिलिपियों के 3:21 में हम देखते അവൻ हैं, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വല്ലഭത്വമുള്ള വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. वो अपनी शक्ति के उस प्रभाव के अनुसार जिसके द्वारा वो सब वस्तुओं को अपने वश में कर सकता है, हमारी दीनहीन देह का रूप बदलेगा। ഇന്ന് യേശു തേജസ്സുള്ള ഒരു ശരീരത്തിലാണ്. अब यीशु महिमामय शरीर में है, എന്നാൽ നാം തേജസ് നഷ്ടപ്പെട്ടവരാണ്. लेकिन हम अपनी महिमा खोए हुए हैं। എന്നാൽ അനേക പുത്രന്മാരെ അവൻ തേജസ്സിലേക്ക് നയിക്കും. लेकिन अपने अनेक पुत्रों को वो महिमा की ओर ले जाएगा। തേജസ്സുള്ള ശരീരം നമുക്ക് ലഭിക്കുന്നത് പുനരുത്ഥാനത്തിലാണ്. पुनरुत्थान में हमको महिमामय शरीर मिलेगा। ആ ശരീരം തേജസ്സുള്ളതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. वो तेज से भरा हुआ महिमामय शरीर होगा। റോമാലേഖനം 8:18 ഒന്നുകൂടെ വായിച്ചാട്ടെ. रोमियो के 8:18 को एक और बार पढ़े। ആ അപ്പോൾ ആ ക്രിസ്തുവിനെ മടങ്ങിയവരിൽ നമ്മുടെ ശരീരത്തിന്റെ പുനരുദ്ധാനം സംഭവിക്കുമ്പോൾ നമ്മിൽ ഒരു തേജസ് വെളിപ്പെടും. और जिस इस वचन में लिखा है, जब मसीह प्रकट होगा तो हमारे अंदर एक महिमा प्रकट होगी। 2 കൊരിന്ത്യർ ലേഖനം 4:17. दूसरे कोरिन्थी 4:17। ആ ആ ആ കണ്ടോ പദം നോക്കിക്കേ. അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗനം. यहाँ लिखा है कि अनंत महिमा उत्पन्न करेगा, जो बहुत ही महत्वपूर्ण है। ഹല്ലേലൂയ. हालेलुया। ആ ശരീരത്തിന്റെ മറ്റൊരു പ്രത്യേകത इस शरीर की एक और विशेषता है, തിരിച്ചറിയാൻ കഴിയും. वो हम उस शरीर को पहचान पाएंगे। പുനരുത്ഥാനത്തിൽ നമുക്ക് പരസ്പരം തിരിച്ചറിയാൻ കഴിയും. पुनरुत्थान के बाद हम एक दूसरे को पहचान पाएंगे। മറുരൂപമലയിൽ യേശുവിന്റെ അടുക്കിലേക്ക് മോശയും ഏലിയാവും വെളിപ്പെടുകയാണ്. और रूपांतरण के पर्वत पर मूसा और एलिया यीशु मसीह के पास प्रकट हुए। ആന്തരിക ഗണമെന്നറിയപ്പെടുന്ന പത്രോസ് യാക്കോബ് യോഹന്നാൻ ആദ്യമായിട്ടാണ് മോശയും ഏലിയാവിനെയും കാണുന്നത്. और पत्रुस याकूब और यूहन्ना पहली बार एलिया और मूसा को देख रहे हैं। പക്ഷേ ആത്മലോകത്തിൽ നമുക്ക് ആളുകളെ തിരിച്ചറിയാൻ കഴിയും. लेकिन अपने आत्मा के द्वारा वो उसको पहचान पाए। പത്രോസ് പറയാണ്, കർത്താവേ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും ഒന്ന് നിനക്കുമെന്ന് പറഞ്ഞു. पतरस कहता है कि हम 3 तंबू बनाए, एक आपके लिए, एक मूसा के लिए और एक एलिया के लिए। ധനവാന്റെ ലാസറിന്റെ സംഭവത്തിൽ धनवान और लाजर के उस घटना में ധനവാൻ താഴെ അധമപാതാളത്തിൽ കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുന്നു. അബ്രഹാം പിതാവിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് കാണുകയാണ്, തിരിച്ചറിയുന്നുണ്ട്. धनवान नीचे अधोलोक में पड़ा हुआ जब ऊपर देखता है तो अब्राहम के पास लाजर बैठा हुआ उसको पहचानता है। ആത്മതലത്തിൽ ആത്മലോകത്തിൽ നമുക്ക് നമ്മുടെ ഭക്തന്മാരെ, വിശുദ്ധന്മാരെ, മരിച്ചുപോയ നമ്മുടെ ഭക്തന്മാരെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും, തിരിച്ചറിയാൻ കഴിയും. तो आत्मा की दुनिया में हम हमारे मृत्यु पाए हुए सारे भक्तों को देख पाएंगे, उनको पहचान भी पाएंगे। തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. अपने भक्तों का मृत्यु परमेश्वर के लिए अनमोल है। 116 സങ്കീർത്തനത്തിൽ അങ്ങനെയാണല്ലോ വായിക്കുന്നത്. 116 भजन में हम यही पढ़ते हैं, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. अपने भक्तों की मृत्यु परमेश्वर के लिए अनमोल है। ലാസർ എന്ന ദരിദ്രനായ മനുഷ്യൻ മരിക്കുകയാണ്. लाजर जो गरीब व्यक्ति था वो मृत्यु पाता है। ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. स्वर्गदूत उसको अब्राहम की गोदी में ले जाते हैं। കൊണ്ടുപോയത് ശരീരമല്ല, वो जो ले गए उसका शरीर नहीं അവന്റെ है, ആത്മാവിനെയാണ്, उसकी आत्मा को ले ആ गए അസ്തിത്വത്തെയാണ് കൊണ്ടുപോയത്. और उसका जो अस्तित्व है
है ആ उसको ले गए, വ്യക്തിത്വത്തെയാണ് കൊണ്ടുപോയത്. उसका जो व्यक्तित्व है उसको ले गए। Praise the Lord. Praise the Hallelujah. Lord. സ്തെഫാനോസ് എന്ന ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി. और स्तेफानोस जो मसीही कलीसिया का पहला रक्त साक्षी था, അവന്റെ ആത്മാവിനെ എഴുന്നേൽപ്പാൻ വേണ്ടി യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. उसके आत्मा को स्वीकार करने के लिए यीशु मसीह खड़ा हुआ। ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ और वो जब पुनरुत्थित होकर यीशु के पास गया, യേശുവിനോട് പിതാവായ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കാം. और यीशु मसीह जब पुनरुत्थित होकर स्वर्ग गया तो पिता ने उससे कहा कि जब तक तेरे शत्रुओं को तेरे अधीन ना कर दूं तो मेरे दाहिनी ओर बैठना। അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ എല്ലായിടത്തും യേശുക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു 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 എന്ന് വായിക്കുന്നത്. इसलिए नए नियम में हर जगह हम पढ़ते हैं कि यीशु मसीह पिता की दाहिनी ओर बैठा है, बैठा है। ആ ഇരിക്കുന്നു എന്ന പദത്തിന് തന്നെ പല അർത്ഥവ്യാപ്തികളുണ്ട്. और इस बैठा है पद के भी बहुत अर्थ है। ഇസ്രായേലിലെ പുരോഹിതന്മാരൊക്കെ തങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി യാഗം അർപ്പിച്ചുകൊണ്ട് ആലയത്തിൽ ദിവസം തോറും നിൽക്കുകയാണ്. और इस्राएल के याजक जो है वो अपने लिए और लोगों के लिए जब बलि चढ़ाते थे तो वो खड़े होते थे। എന്നാൽ യേശു താൻ ഒരിക്കലായി കഴിച്ച തന്റെ ശരീരം എന്ന ഏകയാഗത്താൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ച ശേഷം പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. लेकिन यीशु मसीह जो आकर अंत का जो वो बलि हमारे लिए चढ़ाया ताकि हमेशा के लिए हमको उद्धार दे पाए, उस काम को खत्म कर कर वो पिता के दाहिनी ओर बैठ गया है। റോമർ 8:34 അവിടെ ഇരിക്കുന്ന യേശു നമുക്ക് വേണ്ടി മാധ്യസ്ഥം അണയ്ക്കുകയാണ്. और रोमियो के 8:34 में हम देखते हैं कि वहां बैठा हुआ यीशु हमारे लिए मध्यस्थी करता है। എന്നാൽ തനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തു വരുന്ന ഭക്തന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ യേശു ക്രിസ്തു അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. लेकिन वो उसके लिए शहीद होकर ऊपर आने वाले उस आत्मा को स्वीकार करने के लिए वो खड़ा होता है। ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. क्योंकि उसके भक्तों का मृत्यु उसके लिए अनमोल है। ഹല്ലേലൂയ हालेलूया, ഹല്ലേലൂയ हालेलूया, ഹല്ലേലൂയ. हालेलूया। ഒരുപാട് ഭക്തന്മാർ അവരുടെ മരണത്തിന്റെ വേളയിൽ പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ കോറിയിട്ടിട്ടുണ്ട്, കിടപ്പുണ്ട്. बहुत सारे भक्तों ने अपने मृत्यु के समय में जो कहा है वो बातें अभी भी लिखी गई है। എന്റെ സഭയിൽ ഒരു സാധുവായ ഒരു കുഞ്ഞമ്മാമ ഉണ്ടായിരുന്നു. मेरी कलीसिया में एक बहुत गरीब बहन कुंजमामा थी। ആരുമില്ലാത്തൊരു സാധുവായ സ്ത്രീയാണ്. उसका कोई भी नहीं था, बहुत गरीब थी। ഭർത്താവില്ല, മക്കളില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. पति नहीं है, बच्चे नहीं है, रिश्तेदार नहीं, कोई भी नहीं। പക്ഷെ ഒരു ഭക്തിയായ സ്ത്രീയായിരുന്നു. लेकिन बहुत ही भक्त थी। അവസാന കാലമായപ്പോൾ ശരീരത്തിൽ സോഡിയം ഒക്കെ കുറഞ്ഞു, ഒന്ന് വീണാണ് ആ കുഞ്ഞുമാമ മരിക്കുന്നത്. और अंत के दिनों में उनके शरीर में सोडियम बहुत कम हुआ और एक बार गिर गई, उसके बाद उनकी मृत्यु हुई। ആമേൻ. ഞാൻ കാണാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ ഇന്നലെ രാത്രിയിലും അവർ വന്നിട്ടുണ്ടായിരുന്നു, എത്ര പെണ്ണുങ്ങളാ എൻ്റെ ചുറ്റും വന്ന് നിൽക്കുന്നതെന്ന് അറിയാമോ എന്ന്. और एक दिन मैं जब मिलने गया तो वो मुझसे बोली कि पास्टर कल रात भी वो लोग आए थे, कितनी तो बहनें आकर मेरी चारों ओर खड़ी हैं। ഞാൻ പറഞ്ഞു, കുഞ്ഞുമാമേ മാലാഖമാർ വന്നതാണ്. मैंने कहा कुंज मामा स्वर्गदूत लोग आए होंगे। പിന്നെ ചെല്ലുമ്പോഴും പറയുകയാണ്, ഇന്നലെയും അവർ വന്നിട്ടുണ്ടായിരുന്നു. फिर से मैं मिलने गया तो फिर से मुझसे बोली कल भी मुझसे मिलने आए थे। അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അവസാനമായിട്ട് കുഞ്ഞുമാമ മരിക്കുകയാണ്. और अंगमाली के लिटिल फ्लावर हॉस्पिटल में अंत के समय में वो मृत्यु पा रही थी। ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം എന്ന് 8 പ്രാവശ്യം ചെറിയ വാക്കിൽ പറഞ്ഞു കുഞ്ഞുമാമ മരിച്ചു. और परमेश्वर की महिमा, परमेश्वर की महिमा, परमेश्वर की महिमा ऐसे 8 बार उन्होंने छोटे आवाज में कहा और मृत्यु पाया। സീഗർ ബാൽഗ് എന്ന ദൈവദാസൻ മരിക്കുമ്പോൾ സൂര്യന്റെ സകല ശോഭയും എന്റെ മുഖത്തേക്ക് അടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത്. एक और परमेश्वर का भक्त है जो वो मरा तो उसने ऐसे कहा कि सूरज का पूरा तेज मेरे ऊपर गिर रहा है, ऐसे मुझे मालूम होता है। ദൂതസംഘമാകവേ എന്നെ എതിരേൽപ്പാൻ എന്നൊരു മലയാളം പാട്ടുണ്ട്. ആ പാട്ടിന്റെ പശ്ചാത്തലം ചുരുക്കമായി ഞാൻ പറയാം. और दूतगण मेरे स्वागत के लिए खड़े हैं, ऐसा एक मलयालम गीत है, उसका भी एक इतिहास में बताता हूँ। 1970കളിലാണ് പാട്ട് ജന്മം കൊള്ളുന്നത്. 1970 में ये गीत लिखा गया था। ആമേൻ. ഒരു ദൈവദാസൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വടക്കേന്ത്യയിൽ പോയിരിക്കുകയാണ്. एक परमेश्वर का दास उस सेवा के लिए उत्तर भारत में गया था। അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് താൻ കിടപ്പിലായി. और जब वो गए थे तब उनके बड़े भाई बहुत बीमार हो गए। ആ സഹോദരൻ പറഞ്ഞു, എനിക്ക് എന്റെ അനിയനെ അവസാനമായി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. तो उस बीमार भाई ने कहा कि मैं आखिरी बार अपने छोटे भाई से मिलना चाहता हूँ। ഒരു കത്ത് എഴുതി അയച്ചു. एक पत्र उन्होंने भेजा കത്ത് കറങ്ങി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്ക് ദിവസങ്ങൾ എടുത്തു. और ये पत्र को उनके पास पहुंचने के लिए बहुत समय लगा। ജ്യേഷ്ഠനെ കാണാനായി അദ്ദേഹം തിരിച്ചു വരികയാണ്. बड़े भाई को देखने के लिए वो वापस आ रहे हैं। കയർ കൊണ്ട് കെട്ടി ഒരു പഴയ കട്ടിലിൽ ആ ജ്യേഷ്ഠൻ കിടക്കുകയാണ്. और रस्सी से बनाए हुए एक पुराने चारपाई पे वो भाई पड़ा താൻ है। ചെല്ലുമ്പോൾ കട്ടിലിൽ ഒരു ഓരത്തേക്ക് താൻ മാറി കിടക്കുകയാണ്. और वो जब वहां पहुंचे तो चारपाई के एक कोने में वो ऐसे पड़े थे.
അദ്ദേഹം പറഞ്ഞു, "അച്ചാച്ചാ, ഞാൻ അച്ചാച്ചനെ ഇനി നടുക്കോട്ട് മാറ്റി കിടത്തിട്ട് എന്തിനാണ് അങ്ങ് ആ ഓരത്ത് പോയി കിടക്കുന്നത്?" तब उन्होंने कहा, भैया आप वहाँ उस कोने में क्यों पड़े हैं, देखो मैं आपको बीच में ले लाता അദ്ദേഹം हूँ। ഇങ്ങനെയാണ് പറഞ്ഞത്, तब उन्होंने कहा, "കുഞ്ഞുനെ നീ കാണുന്നില്ലയോടാ, ദൂതന്മാർ വന്ന് നിൽക്കുന്നു, അവർക്ക് ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ സ്ഥലം കൊടുത്തതാണെന്ന്." तब बड़े भाई ने कहा, तूने देखा नहीं क्या कितने स्वर्गदूत आए हैं, उनको बैठने के लिए जगह बनाने के लिए मैं उस ओर गया ആ हूँ। പ്രത്യാശയിലാണ് പാട്ട് ചമയ്ക്കപ്പെട്ടത്. और उस आशा के साथ उस गीत को लिखा गया। ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ ഓ ഹല്ലേലൂയ പാടിടും, ശുഭ്രവസ്ത്രധാരിയായി ഓ ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവ് നമുക്ക് സ്തോത്രം हाथ ചെയ്യാം. उठाकर प्रभु की स्तुति करें। മരിച്ചതിന് ശേഷം നമുക്ക് സ്വർഗത്തിൽ സംഭവിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. मरने के बाद स्वर्ग में बहुत सारी घटनाएं हमारे साथ ഒന്ന് होगी। ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ളതാണ്. पहली बात यह है कि मसीह का ഇന്ന് न्यायासन, അവൻ കൃപാസനത്തിൽ നമുക്ക് വേണ്ടി ഇരിക്കുകയാണ്. अभी वो कृपासन पर हमारे लिए बैठा है, എന്നാൽ അന്ന് അവൻ ന്യായാസനത്തിൽ ഇരിക്കും. लेकिन उस दिन वो न्यायासन पर बैठा होगा। പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ പുത്രന് കൊടുത്തിരിക്കുന്നു എന്നാണ് യോഹന്നാൻ 5:22 നമ്മൾ വായിക്കുന്നത്. यूहन्ना के 5:22 में हम पढ़ते हैं कि पिता किसी का न्याय नहीं करेगा, न्याय का काम यीशु मसीह को दिया गया है। അപ്പോസ്തലപ്രവൃത്തി 17:31 നമ്മൾ വായിക്കുന്നു, താൻ നിമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയോടെ വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. प्रेरितों के काम 17 के 31 में हम पढ़ते हैं कि उसने एक दिन को नियमित किया है जहां सारे संसार का वो न्याय करेगा। 2 തിമോഥെയോസ് 4:1 നമ്മൾ വായിക്കുന്നു, ജീവനുള്ളവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്താനുള്ള ക്രിസ്തുയേശുവിനെ സാക്ഷി നിർത്തി ആജ്ഞാപിക്കുന്നു. और दूसरे तिमुथियुस 4:1 में हम पढ़ते हैं कि जीवितों और मृतकों का न्याय करने के लिए यीशु मसीह साक्षी होगा। കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കേണ്ടി വരും. परमेश्वर के न्यायासन के सामने हमें खड़े रहना पड़ेगा। 2 കൊരിന്ത്യർ 5:10 दूसरे कोरिन्थी 5:10 में ക്രിസ്തുവിന്റെ ന്യായാസനം എന്നാണ് പറയുന്നത്. मसीह का न्यायासन ऐसे कहा जाता അതേ है। ചിന്ത റോമാലേഖനം 14:10 और रोमियो के 14:10 में यही देखते हैं, നാമൊക്കെ ഈ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. फिर कहा जाता है कि हमको परमेश्वर के न्यायासन के सामने खड़े रहना पड़ेगा। 12ാമത്തെ വാക്യത്തിൽ 12 वचन में लिखा है, നാമൊക്കെ ഈ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരുമെന്ന് വായിക്കുകയാണ്. हमको परमेश्वर के सामने हिसाब देना पड़ेगा ऐसे लिखा है। ക്രിസ്തു ദൈവമാണ്. यीशु मसीह परमेश्वर है। ക്രിസ്തുവിനെ സർവശക്തനായ ദൈവം എന്ന് ബൈബിളിൽ പലയിടത്ത് വിളിച്ചിട്ടുണ്ട്. यीशु मसीह को सर्वशक्तिमान परमेश्वर ऐसे वचन में कई बार बुलाया गया നിരവധി है। വാക്യ തെളിവുകളുണ്ട്. अनेक वचन उसके सबूत में है। ഞാൻ അതേക്കുറിച്ച് ക്രിസ്തുവിന്റെ ദൈവത്വം എന്ന വിഷയത്തെ കുറിച്ച് മാത്രം ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. और यीशु मसीह का दिव्यत्व के बारे में मैंने एक एपिसोड किया है। മനുഷ്യന് 3 നിലയിലുള്ള ന്യായവിധികളാണുള്ളത്. मनुष्य के लिए 3 तरह के न्याय होंगे। ഒന്ന് പാപി എന്ന നിലയിലാണ്. एक पापियों का, എന്നാൽ ആ പാപിയുടെ പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. लेकिन उस पापी का जो दंड है वो यीशु मसीह ने अपने ऊपर उठा लिया। റോമാലേഖനം 5:6 വാക്യങ്ങൾ. रोमियो के 5:6 से लेके वचन 6 വാക്യം. 6 वचन पढ़िए। ആ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ 8 വാക്യം. 8वां वचन भी पढ़े। 8 വാക്യമാണോ വായിക്കുന്നത്? 6 വാക്യം വായിച്ചാട്ടെ. നാം ബലഹീനരായിരിക്കുമ്പോൾ 10 വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ, നാം അഭക്തരായിരിക്കുമ്പോൾ തക്ക സമയത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. जब हम पापी थे, जब हम निर्बल थे, जब हम बैरी थे, तभी यीशु मसीह सही समय पर हमारे लिए मृत्यु पाया। റോമാലേഖനത്തിൽ ഒരു റോമൻ കോഡ് കിടപ്പുണ്ട്. रोमियो की पत्री में एक रोमन कोड न्याय व्यवस्था के बारे में लिखा है। റോമർ 3:23 रोमियो की 3:23 में ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. और लिखा गया है कि सबने पाप किया है और परमेश्वर की महिमा से रहित है। 5:12 5:12 में ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. एक ही मनुष्य के द्वारा पाप और पाप के द्वारा मृत्यु संसार में आई। 6:23 और 6:23 में പാപത്തിന്റെ ശമ്പളം മരണമത്രേ, पाप का वेतन मृत्यु है, എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. परंतु परमेश्वर का वरदान हमारे प्रभु यीशु मसीह में अनंत जीवन है। അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. इसलिए जो
मसीह में है उनका कोई भी दंड नहीं है, നമ്മുടെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. क्योंकि हमारा दंड उसने उठा लिया ആ है। ശിക്ഷയിൽ വിശ്വസിക്കുന്നവർക്ക്, ആ പ്രായശ്ചിത്ത ബലിയിൽ ആശ്രയിക്കുന്നവന് പാപത്തിന്റെ കുറ്റമെല്ലാം ക്ഷമിച്ചു തരികയാണ്. उसके प्रायश्चित पर जो भी आसरा रखते हैं उन सब के पाप का दंड माफ किया गया है। രണ്ട്, മകൻ എന്ന നിലയിലാണ് അത് ബാലശിക്ഷയാണ്. और दूसरा जो न्याय होता है वो बच्चों के हिसाब से, मतलब छोटी छोटी शिक्षाएं होती പിതാവ് हैं। സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു. जो पिता जिस बच्चे से प्रेम करता है उसको शिक्षा देता है। മകനെ കർത്താവ് ശിക്ഷിക്കുമ്പോൾ മുഷിഞ്ഞു പോകരുത്. जब पिता ताड़ ना देता है तो हमको थक नहीं जाना चाहिए। നിങ്ങൾ ബാലശിക്ഷ സഹിക്കാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, വല്ലവരുടെയും മക്കളാകുന്നു. अगर तुम ताड़ना नहीं सहते तो तुम बच्चे नहीं हो, किसी और के बच्चे हो। മൂന്ന്, ദാസൻ എന്ന നിലയിലാണ്. तीसरा जो न्याय होता है वो ഒന്ന് दासों के लिए। പാപി എന്ന നിലയിൽ. पहला पापी के लिए। പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തതിനാൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. जो पाप का दंड यीशु मसीह ने उठा लिया है, इसलिए यीशु पर विश्वास करने वालों के लिए ये न्याय नहीं രണ്ട്, है। മകൻ എന്ന നിലയിൽ ബാലശിക്ഷ നൽകുകയാണ്. दूसरा जो न्याय है वो बच्चों के लिए है, वो ताड़ना देकर हमें सुधारता है, അത് ഗുണത്തിനായുള്ള ശിക്ഷയാണ്. वो हमारी भलाई के लिए होता है। മൂന്ന്, ദാസൻ എന്ന നിലയിൽ तीसरा दासों के लिए होता है। ദൈവം നമുക്ക് താലന്തുകൾ തന്നിട്ടുണ്ട്. परमेश्वर ने हमें तालंत वरदान दिए हैं। ഒരു താലന്തും കൊടുക്കാതെ ദൈവം ആരെയും വിളിച്ചിട്ടില്ല. कोई भी वरदान दिए बिना परमेश्वर ने നമ്മുടെ किसी को വിളിയും नहीं पूछा। തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നമുക്ക് സാധിക്കണം. हमारे बुलाहट को हमको स्थिर करना पड़ेगा। ഒരു കൊച്ചുകുട്ടിക്ക് പോലും ദൈവം ചില താലന്തുകൾ നൽകിയിട്ടുണ്ട്. एक छोटे बच्चों को भी परमेश्वर ने वरदान दिए हैं। ഒരിക്കലും ഒരു മോനെ കുറിച്ച് അവന്റെ അപ്പൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. एक बार एक बेटे के बारे में एक पिता ने मुझसे അവൻ कहा, ബഹറിൽ ഒരു സഭയിലെ ഒരു ചെറിയ വിശ്വാസിയായിരുന്നു, കൊച്ചുകുട്ടിയായിരുന്നു. और वो बहरीन के कलीसिया का एक छोटा बच्चा था। അന്ന് അവന്റെ ജോലി എന്തായിരുന്നു അറിയാമോ? उसका काम तब क्या था? ഞായറാഴ്ച എല്ലാവരും കൂടെ വരുമ്പോ ചെരുപ്പ് അവിടെ അലങ്കോലമായിട്ട് ഇട്ടിട്ട് എല്ലാവരും ആലയത്തിലേക്ക് കയറി പോകും. रविवार को जब आते थे लोग अपना चप्पल कैसे भी बाहर छोड़कर चले जाते അവൻ थे। ഇറങ്ങിച്ചതെല്ലാവരുടെ ചെരുപ്പ് അവിടെ കൃത്യമായിട്ട് അടുക്കി വെക്കും. वो बाहर जाकर सबके चप्पलों को बाहर सीधे से लगाता था। അവൻ തമിഴ്നാട്ടിലുള്ള നമ്മുടെ പല സഭകളിലും കക്കൂസ് കഴുകാൻ വേണ്ടി വലിയ ഉദ്യോഗസ്ഥന്മാർ നിൽപ്പുണ്ട്. और तमिलनाडु के हमारे बहुत सारे कलीसियाओं में हमारे टॉयलेट्स को धोने के लिए भी बड़े बड़े ऑफिसर्स होते हैं। പാവിരിക്കാനും കസേര ഇടാനും കളക്ടർമാർ പോലുള്ളവര് അവൻ ശുശ്രൂഷയിൽ നിൽപ്പുണ്ട്. चटाई को बिछाने के लिए, कुर्सी साफ करने के लिए कलेक्टर लोग भी सेवा करते हैं। ഭൗതികമായ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, वो कुछ भौतिक भलाई के लिए वो नहीं करते, അവരുടെ നിലയോ വിലയോ നോക്കിയിട്ടല്ല, और उनके काम को या ओहदे को എനിക്ക് देखकर എന്റെ नहीं करते। കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് മാത്രമേ അവരൊക്കെ ചിന്തിക്കുന്നുള്ളൂ. मैं मेरे परमेश्वर के लिए क्या कर सकता हूँ, यही वो सोचते हैं। അവനവന്റെ പ്രാപ്തിക്കനുസൃതമായിട്ടാണ് ദൈവം താലന്തുകൾ തരുന്നത്. अपने अपने जगह के हिसाब से परमेश्वर वरदान देता है। ഒരുവൻ 5, ഒരുവന് 2, ഒരുവൻ 1. किसी को 5, किसी को 2, किसी को 1। നിനക്കൊന്നേ കിട്ടിയുള്ളൂ എന്നിരിക്കട്ടെ. हो सकता है कि आपको 1 5 ही मिला കിട്ടിയവനെ हो। കുറിച്ച് നീ അസൂയപ്പെടേണ്ടതില്ല. जिसको 5 मिला है उसको देखकर तू നിനക്ക് ईर्ष्या नहीं കിട്ടിയത് നീ करना। എങ്ങനെ ഉപയോഗിച്ചു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. तुझे जो मिला है उसका तूने कैसे उपयोग किया ये 5 देखना। കിട്ടിയവൻ 5 കൂടെ നേടി. जिसको 5 मिला उसने 5 2 और കിട്ടിയവൻ कमाया। 2 കൂടെ നേടി. जिसको 2 मिला उसने 2 और कमाया। ഒരു താലന്ത് എന്ന് പറയുന്നത് 35 കിലോയാണ്. एक तालंत जो बाइबल में कहा जाता है वो 35 किलो है। 35 കിലോ സ്വർണ്ണമോ വെള്ളിയോ ആണ് ഒരു താലന്ത് എന്ന് പറയുന്നത്. एक तालंत का मतलब है कि 35 किलो सोना या ഒരു चांदी। താലന്ത് കിട്ടിയവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? एक तालंत जिसको मिला उसने क्या किया? അവൻ താലന്ത് വ്യാപാരം ചെയ്യുന്നതിനെ കുറിച്ചല്ല അവൻ ചിന്തിച്ചത്. താലന്ത് എന്ന യജമാനനെ കുറിച്ച് അവൻ റിസർച്ച് നടത്തി. और उसको जो वरदान देने वाले उस बात को उसके साथ व्यापार करने के बजाय उसने अपने मालिक के ऊपर रिसर्च करना शुरू किया। അവന്റെ ഫൈൻഡിങ്സ് അവൻ വിളിച്ചു പറയുകയാണ്. और जो उसने शोध लगाई उसके बारे में वो നീ बोलने लगा, ദുഷ്ട മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. तू दुष्ट मनुष्य है मैं जानता हूँ। വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് പറക്കുകയും ചെയ്ത കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. तू जहाँ बोता नहीं है वहां से काटता है, तू कठिन मनुष्य है मैं जानता हूँ। കച്ചവടം ചെയ്താൽ നഷ്ടമാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. मुझे डर लग रहा था कि कहीं मैं व्यापार करके इसको खो ना ഞാൻ दूं। അത് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. इसलिए मैंने गाड़ कर रखा है। 35 കിലോ സ്വർണം കുഴിച്ചിടണമെങ്കിൽ എന്തും വേണ്ടി കുഴിയെടുക്കേണ്ടി വരും. अगर 35 किलो सोना गाड़ना है तो कितना बड़ा गड्ढा बनाना होगा। ആരും അത് അപഹരിച്ചു കൊണ്ടുപോകാതിരിക്കാൻ ഒരു കാവല് നിൽക്കേണ്ടി വരും. और वहां से कोई उठा न ले जाए इसलिए रखवाली भी करना पड़ेगा। ദൈവത്തിന്റെ പൈതലേ, ദൈവം നിനക്ക് തന്ന താലന്ത് നീ കുഴിച്ചിട്ടിരിക്കുകയാണോ? നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. परमेश्वर के बच्चे, जो परमेश्वर ने आपको तालंत दिए हैं, क्या आपने उसको गाड़ के रखे हैं? उसको ज्वलित करना पड़ेगा। എല്ലാവരെയും ദൈവം പാസ്റ്റർമാരായിട്ടല്ല വിളിച്ചിട്ടുള്ളത്. सबको परमेश्वर पास्टर होकर नहीं बुलाता। ചിലക്ക് അമേൽ ആഹാരം വെച്ച് കൊടുക്കാനായിരിക്കും ദൈവം വിളിച്ചിട്ടുള്ളത്. किसी को खाना बनाकर देने के लिए बुलाया होगा। ചിലർക്ക് ഒരുപക്ഷെ ആലയത്തിലെ പായ് വിരിച്ചു
വിരിച്ചിടാനായിരിക്കും ദൈവം വിളിച്ചിട്ടുള്ളത്. कुछ लोगों को चटाई बिछाने के लिए बुलाया होगा. ദൈവം തന്നതിന്റെ കണക്കേ ദൈവം ചോദിക്കത്തുള്ളൂ. जो परमेश्वर ने दिया है उसी का लेखा वो लेगा. ദൈവം ഏൽപ്പിച്ചതിന്റെ കണക്കേ ദൈവം ചോദിക്കുകയുള്ളൂ. जो आपके हाथ में सौंपा है उसी का നാം लेखा लेगा. ഓരോരുത്തരും കർത്താവിനോട് കണക്ക് പറയേണ്ടി വരും. एक दिन परमेश्वर के सामने लेखा देना है. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം തന്റെ ശക്തിയിൽ ചില അവകാശങ്ങൾ കിരീടങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. हमारे लिए परमेश्वर ने स्वर्ग में अधिकार और मुकुट रखे हैं. പ്രധാനമായ 4 കിരീടങ്ങൾ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ടെന്നാ പറയുന്നത്. विशेषकर 4 मुकुट स्वर्ग में हमारे लिए है. ഒന്ന് തേജസ്സിന്റെ കിരീടമാണ്. एक महिमा का मुकुट है. അതിനെക്കുറിച്ച് പത്രോസും പൗലോസും പറയുന്നുണ്ട്. उसके बारे में पत्रस और पौलुस दोनों लिखते हैं. 1 പത്രോസ് 5:4 पहला पत्रस 5:4 ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. और तुम वो मसीह जब प्रकट होगा तो तुम महिमा का ऐसा मुकुट पाओगे जो मुरझाएगा नहीं. 1 കൊരിന്ത്യർ 9:25-26 വാക്യം. पहला कुरिन्थी 9 के 25 और 26 में ആമേൻ. അവർ വാടുന്ന കിരീടം പ്രാപിക്കുന്നു, നാമോ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. वो मुरझाने वाले मुकुट पाएंगे लेकिन हम ना मुरझाने वाला महिमा का मुकुट पाएंगे. കൊരിന്തിലുണ്ടായിരുന്ന ഇസ്തൂമിയൻ ഓട്ടം എന്ന ഒരു ഓട്ടമുണ്ട്. कोरिन्थ में एक दौड़ की स्पर्धा होती थी, उसको इस्तुमियन रेस कहते അത് थे. വളരെ ഗ്രാമങ്ങൾക്കപ്പുറത്ത് നിന്നാണ് ഓട്ടം തുടങ്ങുന്നത്. और वो गांवों के बाहर से वो दौड़ना शुरू करते थे. ദിവസങ്ങൾക്ക് മുമ്പായിരിക്കാം ഓട്ടം തുടങ്ങുന്നത്. और बहुत दिनों पहले दौड़ शुरू किया होगा. ജയാളികളെ സ്വീകരിക്കാൻ വേണ്ടി മൈതാനത്ത് രാജാവും പ്രജകളും എല്ലാം എത്തിച്ചേർന്നിരിക്കും. और जो जय पाते थे उनका स्वीकार करने के लिए राजा और प्रजा मैदान पर होते थे. അവിടെ ഒരു മേശ ഉണ്ടായിരിക്കും, 2 കസേര ഉണ്ടായിരിക്കും. वहां एक मेज और 2 कुर्सियां होती थी. ആ 2 കസേരയിൽ ഒരു കസേരയിൽ രാജാവ് ഇരിക്കും. और 2 कुर्सियों में से एक कुर्सी में राजा बैठेगा. അവിടെ ഒരു കിരീടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. वहां एक मुकुट बनाकर रखा है. അത്തിമരത്തിന്റെ കുറെ ഇലകൾ കൊണ്ടുവരുന്നു. और अंजीर के पेड़ के कुछ पत्तों को लाते हैं. 13 സെന്റിമീറ്റർ നീളമുള്ളതാണ് അത്തിമരത്തിന്റെ ഇലകൾ. और अंजीर के पेड़ के जो पत्ते हैं वो 23 सेंटीमीटर बड़ा होता है. ഒലിവ് മരത്തിന്റെ 2 കൊച്ചു കൊമ്പുകൾ വെട്ടിയെടുക്കുകയാണ്. और जैतून के 2 छोटे लकड़ियां भी लाते हैं. ഒന്നൊന്നിനകത്ത് തിരികെ ഇരിക്കത്തക്ക രീതിയിൽ അത് വെച്ച് കെട്ടുകയാണ്. और उन डालियों को ऐसे एक दूसरे के साथ बांध देते हैं. ആ കമ്പുകൾക്കിടയിലേക്ക് ഈ അത്തിയുടെ ഇല ഇങ്ങനെ തിരികെ വെക്കും. और उन डालियों के बीच में इस अंजीर के पत्तों को ऐसे लगाते हैं. ഇല കിരീടമാണ്. और पत्ते का एक मुकुट ജയിച്ചു बनाते हैं. വരുന്ന ആളിനെ രാജാവ് സ്വീകരിക്കുന്നു. और जो जीतता है उसको राजा स्वीकार करता തന്റെ है, അരികെ ഇരുത്തുന്നു. अपने पास बिठाता है. ആളുകളെല്ലാം ആ കരഘോഷം മുഴക്കുമ്പോൾ और लोग जब तालियां बजा रहे होते हैं ആ ഇല കിരീടം എടുത്ത് അവന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കും. पत्तों का वो मुकुट उठाकर उसके सर पर रखता है. അനുമോദന സമ്മേളനം കഴിഞ്ഞിട്ട് ചെണ്ടയുടെ അകമ്പടിയോടുകൂടി ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. और उसका अभिनंदन कर ढोल बजाते हुए उसको घर ले जाते हैं. കൊണ്ടുവിട്ടിട്ട് എല്ലാവരും വൈകിട്ട് കടന്നു പോകും. और उसको घर भेजकर सब शाम को घर जाते हैं. അവൻ ഭാര്യയും മക്കളെല്ലാം ആകാംക്ഷയോട് ഓടി വന്ന കിരീടം എടുത്തു നോക്കും. और बीवी बच्चे आकर उस मुकुट को लेकर देखते हैं. ആ കിരീടം ഉയർത്തി വെക്കുമ്പോൾ और वो मुकुट जब वहां रखते हैं അവൻ നേരത്തെ ഉണ്ടാക്കിയ ആ ഇല കിരീടം അത് വാടി വാടി തളർന്നു കിടക്കുകയാണ്. वह सुबह जो बनाया हुआ मुकुट था अब देखो मुरझाया हुआ है. ഇതറിയാവുന്നവരോടാണ് പൗലോസ് ആ ചിന്ത പങ്കുവയ്ക്കുന്നത്. ये जानने वाले लोगों के लिए पौलुस ये लिखता है അവർ വാടുന്ന കിരീടം പ്രാപിക്കുന്നു. वो मुरझाने वाले मुकुट प्राप्त നാമോ करते हैं. തേജസ്സിന്റെ വാടാത്ത കിരീടം हम ना मुरझाने वाला मुकुट पाएंगे നാമോ जो महिमा തേജസ്സിന്റെ का है. വാടാത്ത കിരീടം പ്രാപിക്കും. हम महिमा का मुकुट पाएंगे जो कभी मुरझाएगा नहीं. രണ്ടാമത്തെ കിരീടം ജീവകിരീടമാണ്. दूसरा मुकुट जो है वो जीवन का मुकुट है. സ്നാനപ്പെട്ട വിശുദ്ധന്മാരെല്ലാം കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് जिन्होंने बपतिस्मा लिया वो हाथ उठाए. അന്ന് ദൈവദാസൻ നിങ്ങളെ ജലത്തിൽ നിമജ്ജന സ്നാനപ്പെടുത്തിയിട്ട് ഉയർത്തി നിർത്തി നിങ്ങളുടെ തലയിൽ കൈവച്ചൊരു വാക്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? उस दिन बपतिस्मा देकर प्रभु के दास ने आपके सर पे हाथ रख के क्या कहा था आपको याद है? മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ കർത്താവ് നിനക്ക് ജീവകിരീടം തരും. मृत्यु तक विश्वास योग्य रहना तो परमेश्वर जीवन का मुकुट देगा. ജീവകിരീടത്തെ കുറിച്ച് യാക്കോബും യോഹന്നാനുമാണ് പറഞ്ഞിട്ടുള്ളത്. जीवन के मुकुट के बारे में याकूब और यूहन्ना ने लिखा है. യാക്കോബിന്റെ ലേഖനം 1:12 याकूब के 1:12 में പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ജീവന്റെ കിരീടം പ്രാപിക്കും. 1:12 में हम पढ़ते हैं धन्य वह मनुष्य जो परीक्षा में स्थिर रहता है क्योंकि वो खरा निकलकर जीवन का वो मुकुट पाएगा जिसकी प्रतिज्ञा प्रभु ने अपने प्रेम ജീവകിരീടത്തെ करने കുറിച്ച് वाले से വായിക്കുന്ന की है. രണ്ടാമത്തെ വാക്യം വെളിപ്പാട് 2:10 प्रकाशित वाक्य 2:10 में भी हम इसके बारे में पढ़ते हैं. 3 പ്രശംസയുടെ കിരീടമാണ്. तीसरा जो है वो प्रशंसा का मुकुट है. 1 തെസ്സലോനിക്ക ലേഖനം 2:19 വാക്യം पहले तस्सलोनिके
थिस्सलुनीकि 2:19 में हम पढ़ते हैं, ക്രിസ്തുവിന്റെ നാളിൽ എന്റെ പ്രശംസയോ കിരീടമോ ആരാകുന്നു? നിങ്ങളല്ലയോ? मसीह के दिन में मेरे प्रशंसा का मुकुट तुम लोग होंगे। ആത്മാക്കളെ നേടുന്നവർക്ക് കിട്ടുന്ന കിരീടമാണ് പ്രശംസയുടെ जो കിരീടം. आत्माओं को जीतते हैं उनको प्रशंसा का मुकुट मिलेगा। ഇവിടെ ഒരുപക്ഷെ ഇവിടെ ആരും നിന്നെ അഭിനന്ദിക്കുന്നില്ലാവാം, പ്രശംസിക്കുന്നില്ലാവാം. हो सकता है कि यहाँ आपका कोई अभिनंदन नहीं करता, प्रशंसा नहीं करता, അതിൽ നീ നിരാശപ്പെടേണ്ടതില്ല. उसमें आप निराश नहीं होना। നിന്റെ യഥാർത്ഥ പ്രശംസാ കിരീടം സ്വർഗത്തിലുണ്ട്. तेरा सही प्रशंसा का मुकुट स्वर्ग में है। 4 നീതിയുടെ കിരീടമാണ്. चौथा धर्म का मुकुट है। നമുക്ക് സുപരിചിതമായ വാക്യമാണ്. ये वचन हम अच्छे से जानते हैं। റോമൻ ജയിലിൽ മരണം കാത്തുകൊണ്ട് പൗലോസ് കിടക്കുകയാണ്. रोमियो के जेल में मृत्यु का इंतजार कर रहा था തന്റെ पौलुस। അന്ത്യമൊഴികളാണ് അവിടെ പറയുന്നത്. अपने आखिरी शब्द वो वहां कहता ഞാനോ है, ഇപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. मैं अभी एक പാനീയാഗം, पानी बलि होकर मैं उंडेला जाता हूँ എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. और मेरे जाने का समय निकट आया है। 3 നിലയിൽ ഞാൻ പോരാട്ടം നടത്തി. और 3 तरह से मैंने लड़ाई लड़ी है। വിശ്വാസി എന്ന നിലയിൽ ഞാൻ വിശ്വാസം കാത്തു. विश्वासी होने के लिए मैंने विश्वास की रक्षा की। പടയാളി എന്ന നിലയിൽ ഞാൻ യുദ്ധം ചെയ്ത് ജയിച്ചു. और मैं सैनिक था इसलिए मैंने अच्छी कुश्ती को लड़ा। ഓട്ടക്കാരൻ എന്ന നിലയിൽ ഞാൻ ഓട്ടമോടി തികച്ചു. मैंने अपने दौड़ को पूरा किया है। ഇനി എന്ത്? और अब क्या होगा? ഇനി എന്ത്? अब क्या होगा? ദൈവമില്ലാത്തവനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. ഇനി എന്ത്? അവർക്കിനി ക്രോധാഗ്നിയേ ഉള്ളൂ. जो परमेश्वर को नहीं जानते उसके बारे में इब्रानियों में लिखते हैं कि जो उसको नहीं जानते वो क्रोध की अग्नि में जाएंगे। എന്നാൽ ഭക്തന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുകയാണ്, लेकिन भक्तों के बारे में वचन में लिखा है, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. आगे धर्म का मुकुट मेरे लिए रखा गया है। എനിക്ക് മാത്രമല്ല, सिर्फ मेरे लिए नहीं, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. जो भी उसके आगमन पर दिल लगा के बैठे हैं उन सब के लिए। ഹല്ലേലൂയ. हालेलुया। ആത്മീയ ജീവിതം ഒരു പോരാട്ടമാണ്. आत्मिक जीवन एक युद्ध है। ഇത് ലളിതമായി സാമർത്ഥ്യം നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. बहुत ही आसानी से नहीं किया जा सकता। ഇവിടെ നമ്മൾ പലതിനോട് പോരാടേണ്ടതുണ്ട്. यहाँ बहुत सारी बातों से युद्ध करना पड़ेगा। എബ്രായ ലേഖനം 12 വായിക്കുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. और इब्रानियों में के 12 में पढ़ते हैं कि पाप के साथ लड़ते वक्त मृत्यु तक लड़ना है। എഫെസ് ലേഖനം 6:11 വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് പിശാചിനോടാകുന്നു. और एफिसियों के 6:11 में पढ़ते हैं कि शैतान के साथ हमारी लड़ाई है। യൂദായുടെ ലേഖനം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നാം പോരാടണം. यूदा के 3 वचन में पढ़ते हैं कि विश्वास के लिए लड़ना है। റോമാലേഖനം 15:31 വായിക്കുകയാണ്, അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. रोमियो के 15:31 में लिखा है कि प्रार्थना में लड़ना है। പോരാട്ടത്തിൽ ജയിക്കുന്നവനൊക്കെ പ്രതിഫലമുണ്ട്. जो लड़ाई में जीतेंगे उनके लिए प्रतिफल है। ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളം പോലെയാണ്. मसीह जीवन एक दौड़ के मैदान के जैसा है। ബാക്കി ചിന്തകൾ ഞാൻ വിവരിക്കുന്നില്ല. उसका मैं विवरण नहीं करूंगा। ഓട്ടത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്ന 3 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. और दौड़ने के बारे में बाइबल में 3 बातें कही हैं। എബ്രായ ലേഖനം 12:1 നമുക്ക് കാണാനറിയാം. इब्रानियों के 12:1 को हम जानते हैं। ഓടി ജയിച്ച വിശ്വാസ വീരന്മാരുടെ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. दौड़ कर जीतने वाले बहुत सारे गवाहों का समूह हमारे चारों ओर है। നിങ്ങൾക്ക് ഓടി ജയിക്കണമെങ്കിൽ अगर आपको भी दौड़ कर സകല जीतना है, ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. सारी रोकने वाली वस्तु और उलझाने वाले पाप को दूर करके आगे दौड़ना पड़ेगा। ചിലര് കാടാറ് മാസം നാടാറ് മാസം എന്ന് പറഞ്ഞതുപോലെയാണ്. കുറച്ചു കാലം വിശ്വാസമായിരിക്കും. कुछ लोग ऐसे होते हैं कि जंगल में कुछ समय और गांव में कुछ समय। ഞാൻ പാസ്റ്ററായിരുന്ന ഒരു സഭയില് मैं एक कलीसिया में पासवान था। ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയുള്ള ലൈൻമാൻ ഉണ്ടായിരുന്നു. एक लाइनमैन था जो इलेक्ट्रिसिटी के ऑफिस में काम करता ഈ था। വീടുകൾക്കൊക്കെ പുതുതായിട്ട് കണക്ഷൻ കൊടുത്തു കഴിയുമ്പോ और घरों में जब नया कनेक्शन लगाता ആ था വീട്ടുകാർ ചിലപ്പോ ഇവരെ ഒന്ന് സൽക്കരിക്കും. और ये घर के लोग उनको कुछ दे देते थे। മദ്യമൊക്കെ വാങ്ങിച്ചു കൊടുത്തെന്നിരിക്കും. कभी कुछ शराब वराब खरीद के देते। അവൻ അദ്ദേഹം മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച പിന്നെ ബാറിലായിരിക്കും. और एक बार वो पी लेता तो एक हफ्ता वो बार में होता था। കുടിച്ച് ബാറിലൊക്കെ പോയി അടി ഉണ്ടാക്കി മുറിവേറ്റ് ആശുപത്രിയിലായി വെച്ച് കെട്ടിക്കൊണ്ട് പിന്നെ സമയം വരും. और फिर वो बार में जाकर लड़ाई झगड़ा होता, कहीं से मार खाकर घाव खाकर हॉस्पिटल जाकर फिर कलीसिया आता था। ചെറിയാച്ചാൻ അങ്ങനെ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സഭയിൽ പാസ്റ്റർ ആവശ്യം പോലും ഇല്ല. ഒരു 2-3 മാസത്തേക്ക് സഭയിൽ ഭയങ്കര ഉണർവായി. चरियान भाई ऐसे उद्धार पाके जब वापस आते थे तो 2-3 महीने पास्टर की भी
जरूरत नहीं थी, बहुत ही जागरूक होते थे। പാട്ട് പാടാനും പ്രസംഗിക്കാനും പ്രബോധനം പറയാനും വിശ്വാസികളെ ഉപദേശിക്കാനും ഒക്കെ ചെറിയ മുമ്പിലുണ്ടാവും. और गाना गाने के लिए, प्रचार करने के लिए, सबको सलाह देने के लिए हर चीज में वो आगे होते हैं। പക്ഷേ ഏതെങ്കിലും വീട്ടിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും തദൈവ പഴയ പോലെയാവും. पर किसी घर पे नया कनेक्शन दे दिया तो फिर से पुरानी बात। ഹലോ, ഓട്ടം സ്ഥിരതയോടെ ഓടണം. ये दौड़ को स्थिरता के साथ മുമ്പിൽ दौड़ना है। വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. दौड़ को स्थिरता के साथ दौड़ना है। അങ്ങും ഇങ്ങും നോക്കിയാൽ നീ പുറകിലായിടും, അങ്ങമില്ലാതെ ഓടിയാൽ കിരീടം പ്രാപിക്കും. यहाँ वहाँ देखेंगे तो हम हार जाएंगे, आपको सीधे देखकर दौड़ना है। 1 കൊരിന്ത്യർ 9:24 पहले कोरिन्थी 9:24 ഓട്ടത്തെ में കുറിച്ച് രണ്ടാമത്തെ പദമാണ്. दौड़ के बारे में दूसरी बात, ഓട്ടക്കളത്തിൽ ഓടുന്ന എല്ലാവർക്കും കിരീടം കിട്ടുന്നില്ല. जो दौड़ते हैं उन सबको मुकुट പക്ഷെ नहीं നിങ്ങൾ मिलता, കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. लेकिन तुम ऐसे दौड़ना जिससे तुमको मुकुट मिले। മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. आगे एक लक्ष्य होना ഒരു चाहिए। ലക്ഷ്യമുള്ളവന് മാത്രമേ വിജയം നേടാൻ പറ്റുകയുള്ളൂ. जिसके पास लक्ष्य है वो ही जय पा सकता है। ഓട്ടത്തെ കുറിച്ചുള്ള മൂന്നാമത്തെ വാക്യം दौड़ के बारे में तीसरी बात ഫിലിപ്പിയ ലേഖനം 3:14 फिलिपियों के 3:14 में है। അതൊന്ന് വായിച്ചാട്ടെ, ഒരു ചെറിയ ദൃഷ്ടാന്തം ഞാൻ പറയാം. आप पढ़िए। निशाने की ओर दौड़ा चला जाता हूँ ताकि वो इनाम पाऊँ जिसके लिए परमेश्वर ने मुझे मसीह यीशु में ऊपर बुलाया है। ഹല്ലേലൂയ. ആമേ. പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുകയാണ്. और पीछे जो है वो भूल कर आगे की ओर देखकर मसीह के उस लक्ष्य तक दौड़ रहा हूँ। മുമ്പിലുള്ളത് ആയുന്നു. और आगे जो है, ആമേ. ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഇല്ലുസ്ട്രേഷൻ പറയാം. आपको याद करने के लिए एक बात ഈ बताता हूँ। പശുവിനെ കറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? गाय से दूध कैसे निकालते आपने देखा ആമേ. है क्या? പശുവിനെ കറക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? गाय को जब दूधते हैं तो നമ്മൾ क्या ഈ करते കുട്ടി हैं? പശുക്കുട്ടി അഴിച്ചുവിടും. हम उसके बछड़े को पहले ഈ छोड़ते हैं കുട്ടി ഓടിച്ച് നമ്മുടെ അകടിൽ ചെന്ന് പാല് കുടിക്കും. और ये बछड़ा भागकर जाकर दूध पीता है। പാല് കിട്ടുന്നില്ല, അത് മൂന്ത വെച്ച് 2 ഇടിയൊക്കെ കുടിക്കും. और अगर दूध नहीं मिलता तो अपने मुंह से थोड़ा मारता है। ഒന്ന് ഈ അമ്മ പശു പാല് ഇങ്ങനെ ചെറുത്തി കൊടുക്കും. और तब माँ में से दूध निकलता है। ഒന്ന് ഈ കുട്ടി ആർത്തിയോടെ കുടിക്കാൻ തുടങ്ങുമ്പോ और फिर वो भूख के कारण पीना शुरू करता നമ്മൾ है। എന്ത് ചെയ്യുന്ന അറിയാമോ? हम क्या करते हैं? അതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നൊരു കുട്ടിയെ കെട്ടും. इस बछड़े को हम जबरदस्ती हटाकर एक पेड़ से बांध देते हैं। ഈ കുട്ടിയെ കെട്ടിയേക്കുന്ന പശുവിന്റെ കുട്ടി ഒരു കാര്യം ചെയ്യും. और वो बछड़ा जो वहां बांधा गया है वो एक काम करता है। എന്നാ നിങ്ങൾ കറന്നു അവസാനം പാല് വല്ലതും ഉണ്ടേ ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് അതവിടെ അടങ്ങി നിൽക്കത്തില്ല. अब ठीक है, तुम लोग दूध लेना, अगर कुछ बचा है तो मैं बाद में पी लूंगा, ऐसे बोल के वो शांत नहीं खड़ा रहता। അത് അതിന്റെ മുഴുവൻ ബലവും എടുത്ത് മുമ്പോട്ട് ആയുകയാണ്. और पूरे ताकत के साथ वो आगे की ओर आता है। ആ ചിന്ത മനസ്സിൽ വെച്ചോണ്ട വാക്യം ഒന്ന് വായിച്ചു നോക്ക്. और इस बात को मन में रखकर इस वचन को पढ़ के देखिए। മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ഓടുകയാണ്. और आगे जो है उसकी ओर बढ़ते जाना है। ഹല്ലേലൂയ. हालेलुया। പ്രതിഫലം ലഭിക്കുന്ന നിരവധി കാര്യങ്ങളും വ്യക്തികളും വിഷയങ്ങളും വേദപുസ്തകത്തിലുണ്ട്. प्रतिफल पाने वाले बहुत सारी बातें और व्यक्तियों को वचन में देखते हैं। 3 പേരെ കുറിച്ച് മാത്രം ഞാൻ ചുരുക്കമായി പറയാം. 3 लोगों के बारे में संक्षिप्त में कहूंगा। മത്തായി സുവിശേഷം 10:41-42 വാക്യങ്ങൾ. मत्ती के 10 के 41 और 42 वचन। ആ അടുത്തത് 1 പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. 2 നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. 3 ശിഷ്യൻ എന്ന് വെച്ച് ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം തണുത്ത വെള്ളമെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകയില്ല. जो भविष्यद्वक्ता को भविष्यद्वक्ता जानकर ग्रहण करे वो भविष्यद्वक्ता का बदला पाएगा। जो धर्मी को धर्मी जानकर ग्रहण करे वो धर्मी का बदला पाएगा। വേദപുസ്തകത്തിലെ 3 ഉദാഹരണം ചുരുക്കി പറയാം. वचन में से 3 उदाहरण പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊണ്ടവളാണ് ശൂന്യക്കാരി. और भविष्यद्वक्ता को भविष्यद्वक्ता मानकर ग्रहण करने वाली शूनेम की स्त्री थी। അവളുടെ ജീവിതത്തിൽ 3 ഇല്ലായ്മകൾ ഉണ്ടായിരുന്നു. उसके जीवन में 3 घटिया थी। 1 അവൾക്കൊരു മക്കളില്ലായിരുന്നു. उसके बच्चे नहीं थे। 2 പിന്നീട് ആ കുഞ്ഞിന് സുഖമില്ലാതെ വന്നു. दूसरी बात फिर वो बच्चा बीमार हो गया। 3 ഏലീശ പറഞ്ഞനുസരിച്ച് അവൾ പരദേശവാസത്തിന് പോയത് കൊണ്ട് അവളുടെ ഇരുനില വീടും ജോലിക്കാരെ നിർത്തി വേല ചെയ്യിച്ച വയലും അവൾക്ക് നഷ്ടമായി. और एलिशा के कहने पर वो उस देश को छोड़कर परदेश गई, इसलिए उसका घर और खेत वो चला गया, उससे दूर चला गया। ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ
എബ്രായ ലേഖനം 6:10 ഞാൻ ഉദ്ധരിക്കാം. इब्रानियों के 6:10 को मैं कहता हूँ, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും और आपने संत लोगों की सेवा की इसलिए, ശുശ്രൂഷിക്കുന്നതിനാലും अभी सेवा करते भी हो തന്റെ इसलिए, നാമത്തോട് കാണിച്ച ആദരവുകൾക്ക് നിങ്ങളെ മറന്നു കളവാൻ ദൈവം അനീതിയുള്ളവനല്ല. और उसके नाम की ओर जो आपने आदर दिखाई है उसको परमेश्वर भूलने के लिए अविश्वास घाती नहीं है. അവൾക്ക് ദൈവം പൈതലിനെ നൽകി, उसको बच्चा परमेश्वर ने അവളുടെ दिया, പൈതലിന് ദൈവം സൗഖ്യം നൽകി. उसके बच्चे को परमेश्वर ने चंगाई അവൾ दिया. പരദേശവാസം പോയപ്പോൾ ആളുകൾ അവളുടെ വീടും നിലവും ഒക്കെ അപഹരിച്ചെടുത്തു. और जिन लोगों ने उसका घर और जमीन ले लिया था, പക്ഷേ ദൈവം അവൾക്ക് വേണ്ടി ഇടപെടുകയുണ്ടായി. लेकिन परमेश्वर ने उसके लिए काम किया. അവൻ ഒരു പിന്മാറ്റക്കാരനെ ഉപയോഗിച്ചാണ് ദൈവം അവളുടെ നിലമെല്ലാം തിരിച്ചു നൽകിയത്. एक पीछे हटे हुए मनुष्य का उपयोग करके परमेश्वर ने वो सब वापस दिलाया. ഗേഹസി കുഷ്ഠബാധിതനായി ശുശ്രൂഷയിൽ ഒഴിവാക്കപ്പെട്ടവനായി നടക്കുകയാണ്. और गेहजी कोड़ी होकर वो अपनी सेवा से दूर हुआ था. അവൻ ഒരു ദിവസം രാജകൊട്ടാരത്തിലേക്ക് പോകണമെന്ന് തോന്നി. एक दिन राजमहल जाने का उसका मन किया. പഴയകാല ശുശ്രൂഷയുടെ അനുഭവങ്ങളൊക്കെ അവൻ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് വിവരിക്കുകയാണ്. और अपने पुराने सेवा के बारे में बहुत बड़ी बातें वो कर रहा है. രാജാവിനോട് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാതിക്കൽ ഒരു ഏങ്ങലടി കേൾക്കുകയാണ്. और राजा के सामने ये सब वो जब बता ഒരു रहा था സ്ത്രീ तो रोने की आवाज आई. ഒരു സ്ത്രീ വിങ്ങി വിങ്ങി മോങ്ങി കരയുകയാണ്. एक स्त्री बिलक बिलक कर रो रही है. കയറി വരാൻ പറഞ്ഞു. उसको अंदर आने के लिए ആ कहा. സ്ത്രീ ഇങ്ങോട്ട് കയറി വരുമ്പോൾ उस स्त्री जब अंदर आई, ഗേഹസി അവളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. तब गेहजी उसकी ही बात कर रहा था. ആമേ മരിച്ച കൊച്ചിനെ ഉയർപ്പിച്ച കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. मृत्यु पाए हुए बच्चे को जिलाने की बात कर रहा था. ഉടനെ ഗേഹസി പറയുകയാണ്, तब गेहजी कहता है, ആ സ്ത്രീ ഇവള് തന്നെ, यही वो स्त्री है, ആ ഉയർപ്പിക്കപ്പെട്ട കുഞ്ഞ് ഇവൻ തന്നെ. और यही वो बच्चा है जो मृत्यु में से जी उठा. രാജാവ് ഇത് വിവരിച്ച് പറയാൻ പറഞ്ഞു. और राजा ने कहा और बताओ. ഉടനെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. और उसने तुरंत एक अफसर को बुलाया. അവൾ നാട് വിട്ടു പോയത് മുതൽ അന്ന് മുതൽ ഇന്ന് വരെ അവൾ കൃഷി ചെയ്യാത്ത സ്ഥലത്തിന്റെ മുതലെല്ലാം അവൾക്ക് തിരിച്ചു കൊടുക്കാൻ രാജാവ് ഓർഡർ ഇട്ടു. और उसने देश छोड़कर जिस दिन से खेती बाड़ी नहीं की, उस दिन से जो भी उसका घाटा था वो सब भरपाई किया. ഒന്ന് രണ്ട് നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവൻ. दूसरी बात, जो धर्मी को धर्मी समझकर ग्रहण करता ദാവീദ് है. കൊട്ടാരം വിട്ട് കാട്ടിലൂടെ അലഞ്ഞുടന്ന് നടക്കേണ്ടുന്ന ഒരു ഗതികേട് സംഭവിച്ചു. और दाऊद अपने राजमहल को छोड़कर उसको जंगल में से भटकना पड़ा. എന്നാൽ അബ്ശാലോമിന്റെ മരണശേഷം ദാവീദ് മടങ്ങി വരികയാണ്. लेकिन अब्सलोम की मृत्यु के बाद वो वापस आता है. യോർദാൻ കടവിൽ ദാവീദിനെ എതിരേൽക്കാൻ വേണ്ടി വന്ന 3 കൂട്ടരെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. योरदान के उस दरिये में दाऊद को मिलने के लिए कुछ लोग आए, उसके बारे में लिखा ഒന്ന് है. ശിമെയിയാണ്. एक शिमेई है. ദാവീദ് കൊട്ടാരം വിട്ട് ഓടുമ്പോൾ കല്ലും മണ്ണും വാരി എറിഞ്ഞു പുറകെ ചെന്നവനാണ്. और दाऊद जब राजमहल से भाग रहा था तब दाऊद के ऊपर उसने पत्थर फेंके थे. ഈ ദാവീദ് ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്നാണ് ശിമെയി വിചാരിച്ചത്. शिमेई को लगा कि ये कभी वापस नहीं आएगा. എന്നാൽ ദാവീദ് തിരിച്ചു വന്നപ്പോൾ അവന് കുറ്റബോധമുണ്ടാവുകയാണ്. लेकिन दाऊद जब वापस आता है तो उसके मन में चुभता है. രണ്ടാമത്തത് മെഫീബോശെത്താണ്. दूसरा मेफीबोशेत है. രണ്ടു കാലം മുടന്തനായി പോയവനാണ്. वो दोनों पैर का लंगड़ा പക്ഷെ था. അവന് കൃപയാൽ രാജാവിന്റെ മേശയിൽ ഭക്ഷിക്കാൻ അവസരം കിട്ടിയവനാണ്. लेकिन अनुग्रह से उसको राजा के मेज पर भोजन करने का अनुमति मिला. ദരിദ്രന്മാരെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ദൈവം ഇരുത്തിയതാണ്. दरिद्रों को परमेश्वर कूड़े से उठाकर राजाओं के साथ बिठाता है. രാജാവിനോട് ചോദിച്ചു, നീ എന്നോടുകൂടെ കാട്ടിലേക്ക് പോരാഞ്ഞത് എന്തേ? और राजा ने पूछा, तू मेरे साथ जंगल में क्यों नहीं आया? അവൻ പറഞ്ഞു, ഞാൻ മുടന്തനാ, എനിക്ക് വണ്ടി തരാൻ പറഞ്ഞപ്പോൾ ഇവൻ വണ്ടി തന്നില്ല, ഒഴികൊഴു പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുകയാണ്. मैं तो लंगड़ा हूँ, मुझे जाने के लिए गाड़ी इसने दिया नहीं, ऐसे वो कहता है. എന്നാൽ ദാവീദ് നോക്കുമ്പോൾ लेकिन जब दाऊद देखता है 80 പരം വയസ്സുള്ള ഒരു വൃദ്ധനായ മനുഷ്യൻ ആ ആളുകളുടെ നടുവിൽ നിൽക്കുന്നു. 80 साल उम्र रखने वाला एक मनुष्य वहां खड़ा है. ബെർസിലായി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. उसका नाम बर्जिल्लै है. ആമേൻ. ബെർസിലായി ചെയ്ത സേവനങ്ങൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. बर्जिल्लै ने जो सेवाएं की वो शमूएल के पुस्तक में हम पढ़ते हैं. ആമേൻ. മഹനദാനിൽ കാട്ടിൽ ദാവീദ് കഴിയുന്ന കാലഘട്ടത്തിൽ वो जब जंगल में रहता था, ആമേൻ, ദാവീദിന് വേണ്ടുന്ന പച്ചക്കറികൾ, അതുപോലെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കഴിക്കാനുള്ള പാത്രങ്ങൾ, വിവിധതരം പാത്രങ്ങൾ, കിണ്ണങ്ങൾ, കിടക്കകൾ, വേണ്ടുന്നതെല്ലാം കാട്ടിലേക്ക് അവൻ എത്തിച്ചു കൊടുത്തു. दाऊद जब जंगल में रहता था उसको जो भी जरूरत थी, सब्जियां, बर्तन, मांस, चारपाई, सारे सामान को वो जंगल में पहुंचाता था. ദാവീദ് അവനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, दाऊद ने उससे ऐसा कहा, നീ എന്നോട് കൂടെ യെരൂശലേമിലേക്ക് പോരുക. तू मेरे साथ यरूशलेम चल. ആമേൻ. നീതിമാൻ എന്ന്
വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം जो കിട്ടുകയാണ്. धर्मी को धर्मी समझकर ग्रहण करेगा उसको धर्मी का प्रतिफल मिलेगा. അവൻ പറഞ്ഞു, ഞാൻ വൃദ്ധനായി, എനിക്ക് ഇനിയും പാട്ടൊന്നും ആസ്വദിക്കാനുള്ള കഴിവ് എനിക്കില്ല. अब मैं वृद्ध हो गया हूँ, अब मैं गीत का आनंद नहीं ले सकता. ദാവീദിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ദാവീദ് ശലോമോന് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ और दाऊद अपने जीवन के अंत में जब शलोमोन को निर्देश देता ബർസില്ലായിയെ है, കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, बर्जिलै के बारे में कहता है, നീ ബർസില്ലായിയുടെ മക്കൾക്ക് ദയ ചെയ്യണം. तू बर्जिलै के बच्चों के ऊपर दया നീ करना. ബർസില്ലായിയുടെ മക്കൾക്ക് ദയ ചെയ്യണം. तू बर्जिलै के बच्चों पर दया കർത്താവിന്റെ दिखाना. ദാസന്മാർക്ക് വേണ്ടി കർത്താവിന്റെ ദാസന്മാരെ തീറ്റിപ്പോറ്റിയവരെ നിങ്ങളുടെ തലമുറകളുടെ കാലത്ത് ദൈവം അത് നീതിയോടെ തിരിച്ചളക്കുന്ന ദൈവമാണ്. जिन्होंने परमेश्वर के दासों को खिलाया पिलाया है, आपके बच्चों की पीढ़ियों में परमेश्वर वो धर्म मानेगा. ശിഷ്യൻ എന്ന് വെച്ച് ശിഷ്യനെ കൈക്കൊള്ളുന്നവന് ശിഷ്യന്റെ പ്രതിഫലം ലഭിക്കും. जो चेला को चेला समझकर वो ग्रहण करता है उसको उसका प्रतिफल मिलेगा. ഇനി ഞാൻ പറയുന്നത് ദൈവദാസന്മാരുടെ ചില അനുമാനങ്ങൾ മാത്രമാണ്. और अभी मैं जो बोलने वाला हूँ ये परमेश्वर के दासों के कुछ अनुमान हैं. ഓബദ്യാവ് എന്ന ഒരു ഭക്തനായ ശിഷ്യനുണ്ടായിരുന്നു. ഓബദ്യാവ്, ओबद्या नामक एक भक्त था. ആമേൻ, സ്തോത്രം. ഇസ്രായേൽ ദൈവദാസന്മാരെ കൊല്ലുമ്പോൾ 150 പേരെ വീതം ഗുഹയിൽ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തവനാണ് ഓബദ്യാവ്. और येजबेल जब प्रभु के दासों को का कत्ल कर रही थी तो उसने 150 ऐसे प्रभु के दासों को गुफाओं में छुपा कर रखकर उनको खिलाता पिलाता था. ഞാൻ പറയുന്നു, ആ ചിന്തകൾക്കും ദൈവദാസന്മാർ പൊതുവെ ഇങ്ങനെ ചേർത്ത് പറയുന്ന ഒരു ചിന്തകളാണ്. और उसके साथ प्रभु के दास लोग ऐसा कहते ഒരു हैं, സാധാരണ ജോലിക്കാരനായിരുന്ന ആ ഓബദ്യാവിന് ഇങ്ങനെ 150 പേർക്ക് ആഹാരം കൊടുക്കാനുള്ള ആസ്തി ഉണ്ടായിരുന്നില്ല. एक बहुत ही साधारण व्यक्ति था ओबद्या, उसके पास इतना कुछ नहीं था कि इतने लोगों को खाना खिलाए. കുടുംബത്തിന് ഒത്തിരി കടബാധ്യത വരുത്തി വെച്ചിട്ടാണ് ആ പിതാവ് മരിച്ചത്. और ये करने के कारण उसने अपने परिवार के ऊपर बहुत सारा कर्जा उठाया. ഏലിയാവിന്റെ കാലശേഷം ഏലിശയുടെ കാലം വന്നു. और एलिया के समय के बाद एलिशा का समय आया. പൈസ കൊടുക്കാനുള്ളവർ മക്കളെ ബന്ധിതരാക്കി കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിൽ വന്നു. और कर्जदार बच्चों को बंधित कर कर ले जाने के लिए जब आए, എന്റെ മക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ്. मेरे बच्चों को देखो ले जा रहे हैं. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു, നിനക്കറിയാമല്ലോ. और मेरा पति जो तेरा दास था वो कितना भक्त था तू जानता है. ഓബദ്യാവ് ഏലിയാവിനോട് സംസാരിക്കുമ്പോഴും അതേ പദമാ പറയുന്നത്, ഞാൻ യഹോവയെങ്കിൽ മഹാഭക്തനാകുന്നു. और ओबद्या भी एलिया से यही कहता है कि मैं परमेश्वर का बड़ा भक्त हूँ. എന്താണ് സംഭവിച്ചത്? क्या हुआ? അവളുടെയും അവളുടെ മക്കളുടെയും ഉപജീവനത്തിന് വേണ്ടി കടം മാറേണ്ടതിനു വേണ്ടി ഈ എണ്ണയെ ഏലിശ വർദ്ധിപ്പിച്ചു നൽകി. और उसके और उस बच्चे के उस कर्जे को हटाने के लिए तेल को एलिशा ने बढ़ाकर दिया. ഹല്ലേലൂയ. हालेलुया. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തവരാരും മുടിഞ്ഞു പോയിട്ടില്ല. परमेश्वर की सेवा के लिए जिन्होंने दिया है उनका नाश नहीं നിങ്ങൾക്കറിയാവുന്ന होता. ഏത് ചരിത്രവും നിങ്ങൾ നോക്കിക്കോ. आप कोई भी इतिहास को देख लीजिए. നിങ്ങൾക്കറിയാവുന്ന ഏത് കുടുംബവും നിങ്ങൾ എടുത്തു നോക്കിക്കോ. आप जानने वाले किसी भी परिवार को उठा के देख പിടുങ്ങി लीजिए. വെച്ചവരൊക്കെ നശിച്ചു പോയപ്പോ, जो छुपा के रखते हैं वो नाश हो जाते हैं. കൊടുക്കാത്തവരൊക്കെ തകർന്നു പോയപ്പോ, जो देते नहीं है वो टूट जाते हैं. ഇല്ലായ്മകളുടെ നടുവിലും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തവനെയും അവന്റെ കുടുംബങ്ങളെയും ദൈവം സമാദരിച്ചിട്ടുണ്ട്. अपने खालीपन में भी जो परमेश्वर की सेवा के लिए देता है उनको प्रभु ने आदर किया है. 1983 കാലഘട്ടങ്ങളിലാണ് ഞാൻ പുനലൂർ ബethel ബൈബിൾ കോളേജിൽ പഠിച്ചത്. और 1983 के समय में मैं पुनलूर में बाइबल कॉलेज में पढ़ता था. അന്ന് എന്നെ പഠിപ്പിച്ച ഒരു ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഇന്നെന്ന പോലെ എന്റെ മനസ്സിൽ ഓർമ്മയിലിരിക്കുകയാണ്. तब हमारे एक टीचर ने क्लास में बताई हुई एक बात मुझे याद है. ആമേ, പഴയ കാലത്തുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. पुराने दिनों की एक बात है. വെൺമണി എന്ന് പറയുന്ന സ്ഥലത്ത്, ചെങ്ങന്നൂരിനടുത്ത് വെൺമണി എന്ന് പറയുന്ന സ്ഥലത്ത് चेंगनूर के पास वेणमणि ऐसी एक जगह ആമേ, है. പാടങ്ങളിൽ നിന്ന് കപ്പ പറിച്ച് ചുമന്ന് ചന്തയിൽ കൊണ്ടുപോയി ഇടുന്ന ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. और खेतों में से ये कप्पा नामक एक चीज को वो ले आकर बेचते थे. ആമേൻ, ഈ കപ്പയുടെ വെട്ടിക്കളയുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് തനിക്ക് പലപ്പോഴും വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടാറുള്ളത്. और उसको टूटे हुए उसके जो टुकड़े थे वही उसको घर ले जाने के लिए मिलता था. വൈകിട്ട് വരെ കാലയിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി കപ്പ ചുമന്നാൽ തനിക്ക് തുച്ഛമായ ഒരു കൂലി കിട്ടുമായിരുന്നു. और इतना काम दिन भर करने के बाद थोड़ा सा उसको वेतन मिलता था. പക്ഷെ കൂലിയുമായി വീട്ടിൽ വരുമ്പോ എന്നും കൃത്യമായിട്ട് ദശാംശം മാറ്റിവെക്കും. लेकिन उस वेतन को ले आकर वो हमेशा दशमांश को हटा ആ के കപ്പ रखता था. നുറുക്ക് കൊടുത്താണ് പിള്ളേരെ വളർത്തിയത്. और उस कप्पा के छोटे छोटे टुकड़े देकर പക്ഷെ अपने बच्चों ദൈവം को बड़ा ആർക്കും किया. കടക്കാരനല്ല. लेकिन परमेश्वर किसी का സാർ कर्जा नहीं പറഞ്ഞു, रखता. സാർ പറഞ്ഞു, ഞാൻ ഉദ്ധരിക്കുകയാണ്,
സാർ പറഞ്ഞ കാര്യം ഞാൻ ഉദ്ധരിക്കുകയാണ്. मेरे अध्यापक ने जो कहा था वो मैं ഇന്ന് कहता हूँ। വെൺമണിയിലെ ഏറ്റവും വലിയ പണക്കാര് അന്ന് ആ കപ്പ ചുമന്നവന്റെ മക്കളാണ്. और आज वेनमणि के सबसे अमीर लोग उनके ही बच्चे हैं। ദൈവത്തിന്റെ വേലയിൽ ചെയ്യുന്നതൊന്നും നഷ്ടമല്ല. परमेश्वर की सेवा के लिए जो भी करते हैं वो व्यर्थ ബാക്കി नहीं, എല്ലാം നഷ്ടമായി പോവുകയാണ്. बाकी सब व्यर्थ हो जाता है। വരും കാലത്തേക്ക് നല്ലൊരു നിക്ഷേപം സ്വരൂപിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. आने वाले दिनों के लिए अच्छे एक निक्षेप को बनाने के लिए परमेश्वर हमें मदद करे। പ്രാണനെ വിട്ടാൽ പിന്നെ എവിടെയാണ്? हम प्राण छोड़ देंगे तो फिर വീട്ടിൽ क्या പിരിഞ്ഞാൽ നാം होगा? കർത്താവിന്റെ കൂടെ ആയിരിക്കും. हम परमेश्वर के साथ അത് रहेंगे, അത്യുത്തമമല്ലോ. वो अति उत्तम है। നാം പ്രത്യാശയുള്ളവരാണ്. हम आशा रखने वाले लोग हैं। നീതിമാനവും മരണത്തിലും പ്രത്യാശയുണ്ട്. धर्मी अपने मृत्यु में भी आशा ആ रखता है, പ്രത്യാശയാണ് ആത്മീയ ജീവിതത്തിനായി എന്നും നമ്മെ പ്രേരിപ്പിക്കുന്നത്. और वही हमारे आत्मिक जीवन में हमको प्रेरित करता है। അതുകൊണ്ട് മനസ്സ് മടുത്തു പോകരുത്. इसलिए हमारा मन थक न जाए। ചിലരുടെ സംസാരങ്ങളോ പ്രവർത്തികളോ കാണുമ്പോൾ നിന്റെ മനസ്സ് ഇടിഞ്ഞു പോകരുത്. कुछ लोगों के बातों को और कामों को देखकर നിങ്ങൾ आपका मन ചെയ്യുന്നൊക്കെ ഈ छोड़ना ना। മനുഷ്യർക്ക് എന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുകയും आप मनुष्य के लिए नहीं लेकिन परमेश्वर के लिए ऐसे सोचकर अपने पूरे मन से करना, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും. और आपका हिस्सा जो प्रतिफल है वो प्रभु देगा। അതുകൊണ്ട് ആശയോടെ ദൈവത്തെ സേവിപ്പാൻ ദൈവം നമ്മയൊക്കെയും സഹായിക്കും. आशा के साथ प्रभु की सेवा करने के लिए प्रभु हमारी मदद करे।